الرحمن الرحيم إن الله يأمر بالعدل والإحسان وإيتاء ذي القربى وينهى عن الفحشاء والمنكر والبغي يعظكم لعلكم تذكرون. തീർച്ചയായും അല്ലാഹു കൽപ്പിക്കുന്നത് നീതി പാലിക്കുവാനും നന്മ ചെയ്യുവാനും കുടുംബബന്ധമുള്ളവർക്ക് സഹായം നൽകുവാനുമാണ്. അവൻ വിലക്കുന്നത് നീചവൃത്തിയിൽ നിന്നും ദുരാചാരത്തിൽ നിന്നും അതിക്രമത്തിൽ നിന്നുമാണ്. നിങ്ങൾ ചിന്തിച്ചു ഗ്രഹിക്കുവാൻ വേണ്ടി അവൻ നിങ്ങൾക്ക് ഉപദേശം നൽകുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. നഹ്മദുഹു വനസ്തഈനുഹു വനസ്തഗ്ഫിറുഹു വനസ്തഹ്ദീഹി വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആതി അഅമാലിനാ. من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى والدين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل بدعة ضلالة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. لقد كان لكم في رسول الله أسوة حسنة لمن كان يرجو الله واليوم الآخر وذكر الله كثيرا. ബഹുമാന്യരായ ഇസ്ലാഹി പ്രസ്ഥാനത്തിൻ്റെ കാരണവന്മാരെ, പ്രവർത്തകരെ, എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന നല്ലവരായ സഹോദരി സഹോദരന്മാരെ, നാട്ടുകാരെ, ഈ മഹാപ്രപഞ്ചത്തെ പടച്ച് പരിപാലിക്കുന്ന സർവ്വലോക രക്ഷിതാവായ അള്ളാഹുവിൻ്റെ വിധി വിലക്കുകൾ അനുസരിച്ച് അവിടുത്തെ പ്രവാചകരായ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുസുന്നത്തനുസരിച്ച് മരണം വരെ മുത്തഖിയായി ജീവിക്കണേ എന്ന് എന്നോടെന്ന പോലെ നിങ്ങളോടും ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ്. ഇസ്ലാം നീതിക്ക് നന്മയ്ക്ക് എന്ന പ്രമേയവുമായി 2008 ഫെബ്രുവരി 7 മുതൽ 10 വരെ നടക്കുന്ന മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ 7ാമത് സംസ്ഥാന സമ്മേളനത്തിൻ്റെ പ്രചരണത്തിൻ്റെ ഭാഗമാണല്ലോ ഇത്തരമൊരു പരിപാടി. ആദ്യമേ തന്നെ ഈ പ്രദേശത്തുകാരെ മുഴുവനും മനോഹരമായ എൻ്റെ നാട്ടിലേക്ക്, വയനാട്ടിലേക്ക് ക്ഷണിക്കുകയാണ്, സ്വാഗതം ചെയ്യുകയാണ്. പരിശുദ്ധ ദീനെന്ന് പറയുന്നത് മുസ്ലിമീങ്ങളുടെ മാത്രം മതമല്ല. അതുകൊണ്ട് തന്നെ ഈ മഹാപ്രപഞ്ചത്തെ സൃഷ്ടിച്ച സൃഷ്ടാവിൻ്റെ നിയമനിർദ്ദേശങ്ങളടങ്ങുന്ന ഇസ്ലാം, അത് മുന്നോട്ട് വെക്കുന്ന ദർശനങ്ങളും വിശ്വാസങ്ങളും ആചാരങ്ങളും പൊതുജനങ്ങളെ യഥാർത്ഥ പ്രമാണ നിബദ്ധമായിട്ട് പഠിപ്പിക്കുക എന്നുള്ള ലക്ഷ്യമാണ് ഈ പ്രസ്ഥാനത്തിൻ്റെ പ്രബോധന പ്രവർത്തനങ്ങൾ. അതുകൊണ്ട് തന്നെ ഇസ്ലാമിനെ തെറ്റിദ്ധരിപ്പിച്ചു കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ മുസ്ലിമീങ്ങളുടെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളുമൊക്കെ അവർ നല്ലതാണെന്ന് കരുതിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ നന്മ ഏതാണ്, നീതി ഏതാണ് എന്നൊക്കെ
ഇസ്ലാമിൻ്റെ യഥാർത്ഥ പ്രമാണങ്ങളിൽ നിന്ന്, അടിസ്ഥാന സ്രോതസ്സുകളിൽ നിന്ന് ജനങ്ങളെ പഠിപ്പിക്കുകയാണ് ഇത്തരം പ്രബോധന പ്രവർത്തനങ്ങളുടെ ലക്ഷ്യം. അതുകൊണ്ട് തന്നെ ആമുഖമായി സൂചിപ്പിക്കട്ടെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, സുന്നത്ത് ബിദ്അത്ത് എന്ന ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കുമ്പോൾ മുസ്ലിമീങ്ങൾക്കിടയിലുള്ള ഒരുപക്ഷെ അവർ നല്ലതാണെന്ന് ധരിക്കുന്ന പല കാര്യങ്ങളും അത് തെറ്റാണ് എന്ന് പറയേണ്ടി വരുന്നത് മുസ്ലിമീങ്ങളുടെ ആചാരങ്ങളോടോ അനുഷ്ഠാനങ്ങളോടോ ഏതെങ്കിലും പ്രത്യേക വിഭാഗത്തോടോ എതിർപ്പുകളോ ഏതെങ്കിലും പ്രത്യേക വിഭാഗത്തോട് അനിഷ്ടമോ ഉള്ളത് കൊണ്ടല്ല. അതിലുപരിയായിട്ട് ലോകത്തിന് മുഴുവൻ മാർഗദർശകരായി കടന്നു വന്ന അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ആ പ്രവാചകൻ്റെ സുന്നത്ത്, അതിൻ്റെ അപ്പുറത്തേക്ക് ഇസ്ലാം ആണെന്ന് പറഞ്ഞുകൊണ്ട് നല്ലതാണെന്ന് കരുതിക്കൊണ്ട് ചെയ്യുന്ന ആചാരങ്ങൾ, അത് ഒരുപക്ഷെ ഇസ്ലാമിൽ അനുവദിച്ചിട്ടില്ലാത്ത ആചാരങ്ങളും അനുഷ്ഠാനങ്ങളുമായതുകൊണ്ട് മാത്രമാണ് നമ്മളിത് ബിദ്അത്താണ് എന്ന് സൂചിപ്പിക്കാനുള്ള കാരണമെന്ന് ആമുഖമായി സൂചിപ്പിക്കുകയാണ്. അള്ളാഹുവിൻ്റെ പ്രവാചകൻ ഹിജാസ് എന്ന് പറയുന്ന പ്രദേശത്ത്, ഇന്ന് മക്ക എന്നറിയപ്പെടുന്ന ആ പ്രദേശത്ത് AD 6-ാം നൂറ്റാണ്ടിൽ ജനിക്കുന്ന സന്ദർഭത്തിൽ 40-ാമത്തെ വയസ്സ് വരെ ലോകത്തോട് അത്ഭുതങ്ങളൊന്നും പറഞ്ഞില്ല, അത്ഭുതങ്ങളൊന്നും കാണിച്ചിരുന്നില്ല, അത്ഭുതങ്ങളൊന്നും പ്രവർത്തിച്ചിരുന്നില്ല. 40-ാമത്തെ വയസ്സിൽ ജനങ്ങളോട് പറഞ്ഞു, ഇതാ ദൈവത്തിൻ്റെ സന്ദേശം എനിക്ക് വരാൻ തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ 23 വർഷക്കാലം കൊണ്ട് പ്രവാചകൻ ലോകത്തിന് യഥാർത്ഥ ദൈവിക മതം എന്താണെന്ന് പഠിപ്പിക്കുകയാണ്, ഇസ്ലാം എന്താണെന്ന് പഠിപ്പിക്കുകയാണ്. ആ പഠിപ്പിച്ച സന്ദേശങ്ങൾ, അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ പ്രവാചകൻ്റെ വചനങ്ങളിൽപ്പെട്ട വിശുദ്ധ ഖുർആനിൻ്റെ ചില വചനങ്ങൾ കാണാം. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകനെ കൊണ്ട് പറയിപ്പിക്കുന്നത് കാണാം, അൽയൗമ അക്മൽതു ലക്കും, ഇന്ന് ഞാൻ നിങ്ങൾക്ക് പൂർത്തീകരിച്ച് തന്നിരിക്കുന്നു, ദീനക്കും, നിങ്ങളുടെ മതത്തെ, വ അത്മംതു അലൈക്കും നിഅമതീ, ഇന്നിതാ എൻ്റെ അനുഗ്രഹത്തെ നിങ്ങൾക്ക് പൂർണ്ണമാക്കി തന്നിരിക്കുന്നു, വറളീതു ലക്കുമുൽ ഇസ്ലാമ ദീനാ, ഇന്ന് ഇസ്ലാമിനെ മതമായി ഞാൻ നിങ്ങൾക്ക് തൃപ്തിപ്പെട്ട് തന്നിരിക്കുന്നു. അള്ളാഹുവിൻ്റെ ദീനാകുന്ന ഇസ്ലാം സമ്പൂർത്തീകരിച്ച് തന്നിരിക്കുന്നുവെന്നുള്ള പ്രഖ്യാപനം പ്രവാചകൻ നടത്തുകയാണ്. ആ പ്രവാചകൻ്റെ പ്രഖ്യാപനം കഴിഞ്ഞിട്ട് ഏകദേശം 1400 വർഷങ്ങൾ കഴിഞ്ഞു. ഇന്ന് മുസ്ലിമീങ്ങൾ വ്യത്യസ്ത വിഭാഗങ്ങളായിട്ടും ചേരിതിരിഞ്ഞും വിഭാഗീയതയുള്ളതായിട്ടും വ്യത്യസ്ത പ്രദേശങ്ങളിൽ രാജ്യങ്ങളിൽ വ്യത്യസ്ത ആചാരങ്ങളായിട്ടും കഴിഞ്ഞുകൂടുകയാണ്. അവർക്കിടയിലുള്ള ഏകത്വത്തിന് വേണ്ടി കൂടിയായിരുന്നു പ്രവാചകൻ്റെ ആ ഒടുവിലത്തെ പ്രഭാഷണത്തിൽ ഇത് സൂചിപ്പിച്ചത്. എന്നിട്ട് പ്രവാചകൻ പറഞ്ഞു, 2 കാര്യങ്ങൾ ഞാൻ നിങ്ങളിലേക്ക് ഉപേക്ഷിച്ച് പോവുകയാണ്. അതിലൊന്ന് വിശുദ്ധ വേദഗ്രന്ഥമാകുന്ന ഖുർആനാണ്, രണ്ടാമത്തത് എൻ്റെ ചര്യയാണ്. ഇത് രണ്ടും മുറുകെ പിടിക്കുന്ന കാലത്തോളം നിങ്ങൾ പിഴച്ചു പോവുകയില്ല. വിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ മാഇദയിൽ ഞാൻ ഓതിയ അൽയൗമ അക്മൽതു ലക്കും എന്ന് തുടങ്ങുന്ന ആയത്തിനെ വിശദീകരിച്ചപ്പോൾ മുഫസ്സിരീങ്ങൾ പറഞ്ഞു, എല്ലാ മൻഹിയാത്തുകളും, എല്ലാ നിർബന്ധ കടമകളും, എല്ലാ വിരോധങ്ങളും, എല്ലാ നല്ല കാര്യങ്ങളും പ്രവാചകൻ പൂർത്തിയാക്കി തന്നിരിക്കുന്നു. അതുകൊണ്ട് തന്നെ മുസ്ലിം ലോകം വിശ്വസിക്കുന്നു, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 40-ാമത്തെ വയസ്സ് മുതൽ 63-ാമത്തെ വയസ്സ് വരെ 23 വർഷക്കാലത്തിനിടക്ക് അവിടുത്തെ സഹാബത്തിന് കാണിച്ചു കൊടുത്ത പരിശുദ്ധ ദീനെന്ന് പറഞ്ഞിട്ടുള്ള ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും മുഴുവനും അവരിന്നും അവരുടെ ജീവിതത്തിൽ കൊണ്ട് നടക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ അവരുടെ കലിമത്ത് ഷഹാദയിൽ അള്ളാഹുവിൻ്റെ ദീനിലേക്ക് പ്രവേശിക്കുന്ന ആദ്യത്തെ 2 കലിമത്തുകളിൽപ്പെട്ട 2ാമത്തെ കലിമത്ത് അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്, ഈ മുഹമ്മദ് നബിയെ ഞാൻ അള്ളാഹുവിൻ്റെ പ്രവാചകനായി സ്വീകരിച്ചിരിക്കുന്നുവെന്നാണ്. ഡെൻമാർക്കിലെ ഏതോ വൃത്തികെട്ട മനുഷ്യൻ ഈ മുഹമ്മദിൻ്റെ തലയിൽ ഒരു ബോംബ് കെട്ടിവെച്ചപ്പോൾ, ഈ മുഹമ്മദിൻ്റെ ചുറ്റും കുറേ പെണ്ണുങ്ങളെ വരച്ചപ്പോൾ ലോക മുസ്ലിമീങ്ങൾ ഒന്നടങ്കം പറഞ്ഞു, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആ രൂപത്തിൽ നിന്ദിക്കാൻ ഞങ്ങൾ അനുവദിക്കില്ല. കാരണം എന്താണ്? അള്ളാഹുവിൻ്റെ ദൂതരാണ് പ്രവാചകൻ. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദൈവത്തിൻ്റെ ദൂതരാണ്. ഞങ്ങൾ ആ പ്രവാചകൻ്റെ അനുയായികളാണ്, ഞങ്ങൾ ആ പ്രവാചകരെ സ്നേഹിക്കുന്നവരാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിൻ്റെ ദൂതരാണെന്ന് ഞങ്ങൾ സാക്ഷ്യം വഹിക്കുന്നവരാണ്.
കാരണം അപ്രവാചകന്റെ ജീവിതങ്ങൾ അഖിലവും ഞങ്ങൾ ആവേശിച്ചിട്ടുണ്ട്, ഞങ്ങളിതാ പകർത്തിയിട്ടുണ്ട്. അവിടുത്തെ വിശ്വാസങ്ങൾ ഞങ്ങളിലുണ്ട്, അവിടുത്തെ ആചാരങ്ങൾ ഞങ്ങളിലുണ്ട്, അവിടുത്തെ അനുഷ്ഠാനങ്ങൾ ഞങ്ങളിലുണ്ട്, അവിടുന്ന് പഠിപ്പിച്ചു തന്ന മുഴുവൻ കാര്യങ്ങളും ഞങ്ങളിലുണ്ട്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ വിശ്വസിക്കുന്ന ആ കാര്യം പ്രവാചകൻ പഠിപ്പിച്ചതാണ് എങ്കിൽ പ്രവാചകനെ നിന്ദിക്കാൻ, അവഹേളിക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ലെന്ന് പറഞ്ഞു. പക്ഷേ അങ്ങനെ നിന്ദിക്കുവാനും അവഹേളിക്കുവാനും ഉണ്ടായ ചില പശ്ചാത്തലങ്ങളുണ്ട്. ആ പശ്ചാത്തലങ്ങളിൽ നിന്ന് മനസ്സിലാക്കുമ്പോൾ എന്തുകൊണ്ട് പ്രവാചകൻ നിന്ദിക്കപ്പെട്ടു, എന്തുകൊണ്ട് പ്രവാചകൻ പരിഹസിക്കപ്പെട്ടു എന്ന് അന്വേഷിക്കുമ്പോൾ ചില യാഥാർത്ഥ്യങ്ങൾ നമുക്ക് മുമ്പിലുണ്ട്. അതൊരു ഭാഗത്ത് തീവ്രവാദമാകട്ടെ, മറ്റൊരു ഭാഗത്ത് ഭീകരവാദമാകട്ടെ, മറ്റൊരു ഭാഗത്ത് പ്രവാചകന്റെ ചര്യകളിൽ നിന്ന് തെറ്റിപ്പോയ വിഭാഗമാകട്ടെ, ആ വിഭാഗത്തെ കണ്ടുകൊണ്ട് ഇവരുടെ നേതാവാണ് മുഹമ്മദ് എങ്കിൽ അവൻ ശരിയില്ലെന്ന് ചിലർ തെറ്റിദ്ധരിച്ചിട്ടുണ്ടെങ്കിൽ ആ സുന്നത്തിനെ സ്നേഹിക്കുന്ന, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കുന്ന യഥാർത്ഥ സുന്നത്ത് ജമാഅത്തിന്റെ ആളുകൾ ലോകത്തോട് വിളിച്ചു പറഞ്ഞു, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നിങ്ങൾ പഠിച്ചു നോക്കൂ. ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും വെളിച്ചം കാണിച്ചു തന്ന ആ പ്രവാചകന്റെ ജീവിതത്തിൽ വിമർശിക്കുവാനുള്ള ആചാരങ്ങളോ വിശ്വാസങ്ങളോ ഒരു ഭാഗങ്ങളോ നിങ്ങൾക്ക് കാണിക്കാൻ സാധ്യമല്ല. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ, സുന്നത്തിനെ പറ്റി പരിചയപ്പെടുത്തുമ്പോൾ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൊണ്ടുവന്ന ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒന്നൊഴിയാതെ ജീവിതത്തിൽ പകർത്തുന്ന വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ആ പ്രവാചകൻ കൊണ്ടുവന്നതിൻ്റെ അപ്പുറത്തേക്ക് അവരുടെ ജീവിതത്തിൽ നല്ലതെന്ന് പറയാൻ അവർക്ക് സമ്മതമല്ല എന്ന് പറയാനുണ്ടായ കാരണം പ്രവാചകൻ തൻ്റെ ജീവിതത്തിൽ പഠിപ്പിച്ചു തന്ന എല്ലാ മേഖലകളിലുള്ള കാര്യങ്ങളും, മുസ്ലിമീങ്ങൾ ഇന്ന് നമസ്കരിക്കുന്നുണ്ട്, അവർ ഇന്ന് ദിക്ർ ചൊല്ലുന്നുണ്ട്, അവരിന്ന് സ്വലാത്ത് ചൊല്ലുന്നുണ്ട്, അവരിന്ന് കച്ചവടത്തിൽ ചില നിയമനിർദ്ദേശങ്ങൾ പാലിക്കുന്നുണ്ട്, അവർ അന്യമതസ്ഥരോട് ചില ഇടപാടുകളിലും കൊള്ളക്കൊടുക്കലുകളിലും ചില അതിർവരമ്പുകൾ പാലിക്കാറുണ്ട്, അവരുടെ ജീവിതത്തിൻ്റെ കുടുംബ ബന്ധങ്ങളിലും സാമൂഹ്യ മേഖലകളിലും സാംസ്കാരിക രംഗങ്ങളിലുമൊക്കെ അവർ ഓരോരോ മാർഗനിർദ്ദേശങ്ങൾ അനുസരിക്കാറുണ്ടെങ്കിൽ എല്ലാറ്റിനും അവർ മാനദണ്ഡമായി കാണുന്നത് എൻ്റെ നേതാവ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്നെ പഠിപ്പിച്ചുവെന്നാണെങ്കിൽ ആ പ്രവാചകൻ പഠിപ്പിക്കാത്ത കാര്യങ്ങളിൽ നിന്നും അവർ വിട്ടു നിൽക്കാറുണ്ട്. ഉദാഹരണം പറയട്ടെ പ്രിയപ്പെട്ടവരെ, പ്രവാചകൻ പഠിപ്പിച്ചതാണ് സുന്നത്ത് എന്ന് പറയുമ്പോൾ ബിദ്അത്തിനെ നിർവചിക്കേണ്ടത് പണ്ഡിതന്മാർ ഏതൊരു രൂപത്തിലാണോ നമുക്ക് പറഞ്ഞു തന്നത് അത് പ്രകാരം തന്നെയാണ്. അഥവാ പ്രവാചകന്റെ കാലഘട്ടത്തിലില്ലാത്ത മതത്തിൻ്റെ ആചാരങ്ങൾ എന്ന് പറഞ്ഞിട്ട് മതത്തിൽ കടത്തിക്കൂട്ടിയത് അതിനെയാണ് ബിദ്അത്തുകൾ എന്ന് പറയുക എങ്കിൽ ഒരുപക്ഷെ ഇസ്ലാമിൻ്റെ പ്രമാണമായിട്ടുള്ള കിതാബിനോടും സുന്നത്തിനോടും ചേർത്തി വെക്കപ്പെടാത്ത രൂപത്തിലും അല്ലെങ്കിൽ അതിനോട് ചേർത്തി വെക്കുന്ന രൂപത്തിലും സുന്നത്തിനെ രണ്ട് രൂപത്തിൽ മനസ്സിലാക്കാറുണ്ട്. അതിലൊരു രൂപം അഖ്വാലുഹു അഫ്ആലുഹു തഖരീറാത്തുഹു, പ്രവാചകന്റെ വചനങ്ങൾ, പ്രവാചകന്റെ അനുവാദങ്ങൾ, പ്രവാചകന്റെ പ്രവർത്തനങ്ങൾ. അങ്ങനെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വചനങ്ങളും പ്രവർത്തനങ്ങളും അനുവാദങ്ങളും ഒക്കെ മുസ്ലിമീങ്ങൾ അങ്ങനെ തന്നെ തങ്ങളുടെ ചര്യയായി സ്വീകരിക്കുക എന്നുള്ളതാണ് സ്വീകരിച്ചു വരുന്നത് എങ്കിൽ ആ പ്രവാചകൻ ഉപേക്ഷിച്ചതും അവർ മാറ്റി നിർത്താറുണ്ട്. എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന ഏതെങ്കിലും മുസ്ലിം സഹോദരന്മാരോട് മുജാഹിദ് പ്രസ്ഥാനം വെച്ച് പുലർത്തുന്ന ചില നിലപാടുകളിൽ അഭിപ്രായ വ്യത്യാസമുണ്ടെങ്കിൽ ആദ്യമേ സൂചിപ്പിക്കട്ടെ, ഈ പ്രസ്ഥാനം ഏതെങ്കിലും ഒരു കാര്യം വേണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് എങ്കിൽ അത് പ്രവാചകന്റെ മാർഗത്തിന് വിപരീതമായ ബിദ്അത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട് എങ്കിൽ അത് നല്ലത് എന്ന് നമുക്ക് തോന്നാമെങ്കിൽ കൂടി വേണ്ടെന്ന് പറഞ്ഞിട്ടുള്ളത് ഈ ഒരു അടിസ്ഥാനത്തിലാണ് എങ്കിൽ നമ്മൾ നമസ്കരിക്കുന്ന നമസ്കാരത്തിൻ്റെ കാര്യത്തിൽ ചില റക്അത്തുകളുടെ എണ്ണത്തിൻ്റെ ക്ലിപ്തതയുണ്ടല്ലോ. സുബഹിക്ക് 2 റക്അത്ത്, അതേ പ്രകാരം തന്നെ ഉച്ചയ്ക്ക് 4 റക്അത്ത്, അസറിന് 4 റക്അത്ത്, വൈകുന്നേരം 3 റക്അത്ത്, ഇശാഇന് 4 റക്അത്ത് എന്നുള്ള ഈ ക്രമം അത് നമ്മുടെ നേതാവ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു എന്നതാണ്. ഇനി ഒരാൾക്ക് തോന്നുകയാണ് രാവിലെ സുബഹിക്ക് നല്ലോണം സമയമുണ്ട്, ഒരു 3 റക്അത്തോ 4 റക്അത്തോ ഞാൻ നിസ്കരിക്കട്ടെ എന്ന് തോന്നിയാൽ അത് ഇസ്ലാമല്ലെന്ന് ലോകത്തുള്ള മുഴുവൻ ആളുകളും അംഗീകരിക്കുന്നത് പ്രവാചകന്റെ ചര്യ അതിലില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ്. ഈ ഫർലായ നിർബന്ധമായ കടമകൾക്കപ്പുറത്തേക്കും ഇപ്പുറത്തേക്കും ചില സുന്നത്ത് നമസ്കാരങ്ങളുണ്ട്. ഈ സുന്നത്ത് നമസ്കാരങ്ങളിൽ അസ്ർ നമസ്കാരത്തിന് ശേഷം മുസ്ലിമീങ്ങളാരും സുന്നത്ത് നിസ്കരിക്കാറില്ല. കാരണം എന്താ? അള്ളാഹുവിൻ്റെ പ്രവാചകന്റെ ചര്യ അതിലില്ല.
ഈ രൂപത്തിൽ മുസ്ലിമീങ്ങൾ ചിലർ മാറ്റി നിർത്താറുണ്ട്, ചിലർ ചെയ്യാറുണ്ട്. എല്ലാ കാര്യങ്ങളും പ്രവാചകന്റെ വചനങ്ങളുടെ ക്ലിപ്തതയും പ്രവാചകന്റെ വചനങ്ങളുടെ അടിസ്ഥാനത്തിലും ആണ്. ഇനി ആ പ്രവാചകന്റെ കാലശേഷം 1400 വർഷങ്ങൾക്കിപ്പുറത്തേക്ക് നമ്മുടെ സമൂഹത്തിൻ്റെ ആചാരങ്ങളെയും നമ്മുടെ സമുദായത്തിലെ അനുഷ്ഠാനങ്ങളെയും ഒക്കെ പരിശോധിക്കുമ്പോഴാണ് മുജാഹിദ് പ്രസ്ഥാനം മുന്നോട്ട് വെക്കുന്നത് ഞങ്ങൾ തീരുമാനിക്കും നല്ലത് എന്നല്ല, മുജാഹിദ് പ്രസ്ഥാനം പറയുന്നത് മാത്രം നന്മയാണ് എന്നല്ല. ഈ പ്രസ്ഥാനം മുന്നോട്ട് വെക്കുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്ന അതേ മാനദണ്ഡ പ്രകാരം ലോകത്തുള്ള മുഴുവൻ മുസ്ലിമീങ്ങളെയും ഏകോപിപ്പിക്കുന്ന മാനദണ്ഡമാണ്. അതിലൊന്ന്, മുസ്ലിമീങ്ങളെ നിങ്ങൾ അള്ളാഹുവിൻ്റെ പ്രവാചകൻ്റെ ചര്യ മുറുകെ പിടിക്കണം, അവൻ്റെ അള്ളാഹുവിൻ്റെ കിതാബ് മുറുകെ പിടിക്കണമെന്ന് അള്ളാഹുവിൻ്റെ നിർദ്ദേശപ്രകാരം പ്രവാചകൻ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ലോകത്തുള്ള ഓരോ മുസ്ലിമും വിശുദ്ധ ഖുർആനിൻ്റെ അടിസ്ഥാനത്തിൽ, അതിലുപരിയായി ലോകത്തുള്ള മുഴുവൻ മനുഷ്യരും ഈ ഖുർആനിൻ്റെ അടിസ്ഥാനത്തിൽ ജീവിക്കുകയാണ് എങ്കിൽ അവർക്ക് വിജയം സുനിശ്ചിതമെന്ന് നമ്മൾ പറയാറുണ്ട്. ലോകത്തിൻ്റെ ഓരോരോ ഭാഗങ്ങളിലുള്ളവർക്ക് ഓരോരോ ദൈവമല്ല. കേരളത്തിലുള്ളവർക്ക് പ്രത്യേക ദൈവമോ, ഇന്ത്യയിലുള്ളവർക്ക് പ്രത്യേക ദൈവമോ, ആഫ്രിക്കയിലുള്ളവർക്ക് വേറൊരു ദൈവമോ, അമേരിക്കയിലുള്ളവർക്ക് വേറൊരു ദൈവമോ എന്നതിലുപരിയായി വിശ്വമാനവികതയെ മുഴുവനും സൃഷ്ടിച്ച, ഈ മഹാപ്രപഞ്ചത്തെ സൃഷ്ടിച്ച, ആകാശങ്ങളെയും ഭൂമിയെയും സൃഷ്ടിച്ച ഏകനായൊരു പടച്ചവൻ, അവൻ ആളുകൾ എന്ത് പേരിട്ട് വിളിച്ചാലും ആ ഒരു പടച്ചവനെ മാത്രം ആരാധിക്കുക എന്നുള്ള ഏകമാനവികതയിലേക്ക്, അഥവാ അല്ലാഹുവിൻ്റെ യഥാർത്ഥ ദൈവത്തിൻ്റെ സന്ദേശത്തിലേക്ക് ക്ഷണിക്കുന്നതോടൊപ്പം ഓരോ ഭാഗത്തുള്ളവർ ഓരോ ആചാരങ്ങൾ ചെയ്യട്ടെ. കേരളത്തിലുള്ളവർ ഇന്ന രൂപത്തിൽ സലാത്ത് ചെല്ലട്ടെ, നിസ്കരിക്കട്ടെ. അമേരിക്കയിലുള്ളവർ ഇന്ന രൂപത്തിൽ സലാത്ത് ചെല്ലട്ടെ. ആഫ്രിക്കയിലുള്ളവർ മഹാന്മാരായ ഔലിയാക്കന്മാരെ ഇന്ന രൂപത്തിൽ ബഹുമാനിക്കട്ടെ. മദീനയിലുള്ളവർ പ്രവാചകനെ വേറെ രൂപത്തിൽ ബഹുമാനിക്കട്ടെ എന്നുള്ള രൂപത്തിൽ ഇസ്ലാമിൽ ആദരവിൻ്റെയും ബഹുമാനത്തിൻ്റെയും ആചാരത്തിൻ്റെയും അനുഷ്ഠാനത്തിൻ്റെയും മേഖലകൾ വ്യത്യസ്തമല്ല. എല്ലാം പ്രവാചകന്റെ പൂർത്തീകരണത്തോടുകൂടി സംഭവിക്കുകയാണ്. അതുകൊണ്ട് തന്നെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച ആദർശത്തിലേക്കാണ് ഈ പ്രസ്ഥാനം ജനങ്ങളെ ക്ഷണിച്ചിട്ടുള്ളത്. അതിൻ്റെ അപ്പുറത്തേക്ക് സമൂഹം വെച്ച് പുലർത്തുന്ന നല്ലതാണെന്ന് കരുതിക്കൊണ്ടിരിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ നമ്മൾ വേണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ഈ പ്രസ്ഥാനത്തിൻ്റെ യുക്തിക്ക് നിരക്കാത്തത് കൊണ്ടല്ല, ഈ പ്രസ്ഥാനത്തിൻ്റെ നേതാക്കന്മാരുടെ യുക്തിക്ക് നിരക്കാത്തത് കൊണ്ടല്ല, ഈ സമൂഹത്തിൻ്റെ ആധുനിക കാലഘട്ടത്തിൻ്റെ ജീവിതചര്യയുമായി യോജിച്ചു പോകാത്തത് കൊണ്ടല്ല, അതിനേക്കാളൊക്കെ ഉപരിയായി നമ്മുടെ നേതാവ് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ജീവിതകാലത്ത് തന്നെ തൻ്റെ സുന്നത്തിൽ നിന്ന് മാറിപ്പോകുന്നതിനെ പറ്റി മുന്നറിയിപ്പ് നൽകിയൊരു സംഭവം സ്വഹീഹുൽ ബുഖാരിയിൽ ഇമാം ബുഖാരി ഉദ്ധരിക്കുന്നത് കാണാം. എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന നല്ലവരായ നാട്ടുകാരോട് നമ്മുടെ നാട്ടിലുള്ള ചില അനാചാരങ്ങളെ ചൂണ്ടിക്കാണിക്കുമ്പോൾ അതിനു മുമ്പ് ഞാൻ ഈ സംഭവത്തിലേക്ക് വളരെ ഗൗരവപൂർണമായി ശ്രദ്ധ ക്ഷണിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, മുത്തനബിയുടെ ജീവിതകാലത്ത് പ്രവാചകന്റെ പത്നിമാരുടെ അടുത്തേക്ക് ചില സഹാബത്ത് കടന്നു വരികയാണ്. എന്നിട്ട് സഹാബത്ത് ചോദിച്ചു, അല്ല, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം എങ്ങനെയാണ്? ആ പ്രവാചക പത്നിമാരിൽ ഒരാൾ പ്രവാചകന്റെ ആ ജീവിതത്തെപ്പറ്റി പറഞ്ഞു കൊടുത്തു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം എങ്ങനെയാണെന്ന് പറഞ്ഞു കൊടുത്തു. അവിടുന്ന് രാത്രി ഉറങ്ങാറുണ്ട്, രാത്രി ഉറങ്ങുകയും പിന്നെ എഴുന്നേറ്റ് നമസ്കരിക്കുകയും ചെയ്യാറുണ്ട്. അവിടുന്ന് ഭാര്യമാരുണ്ട്, കുട്ടികളുണ്ട്, കുടുംബമുണ്ട്. അവിടുന്ന് ചില ദിവസങ്ങളിൽ നോമ്പെടുക്കാറുണ്ട്, നോമ്പൊഴിവാക്കാറുണ്ട്. ഇത് കേട്ടപ്പോൾ വന്നിട്ടുള്ള ചില സഹാബത്തിന് തോന്നി, ഇത് കുറച്ച് കുറഞ്ഞു പോയല്ലോ. പ്രവാചകനെല്ലാം പൊറുക്കപ്പെട്ട മഹാനായൊരു വ്യക്തിയല്ലേ, നമ്മളോ ഒരു സാധാരണക്കാരൻ, അതുകൊണ്ട് നമുക്കിത് പോരാ. അതിലൊരാൾ പ്രഖ്യാപിച്ചു, രാത്രി മുഴുവനും ഞാൻ ഇനി ഉറങ്ങാതെ നമസ്കരിക്കാൻ പോവുകയാണ്. മറ്റൊരാൾ പറഞ്ഞു, എനിക്കിനി ഭാര്യ വേണ്ട, എനിക്കിനി മക്കൾ വേണ്ട, എനിക്കിനി കുടുംബം വേണ്ട, ഞാൻ ജീവിതകാലം മുഴുവനും അല്ലാഹുവിനെ ആരാധിച്ചുകൊണ്ട് ജീവിക്കാൻ പോവുകയാണ്. വേറൊരാൾ പറഞ്ഞു, ഞാൻ ഇനി ഒരിക്കലും തന്നെ നോമ്പെടുക്കാത്ത ദിവസങ്ങൾ ഉണ്ടാവില്ല എൻ്റെ ജീവിതത്തിൽ, എല്ലാ ദിവസവും ഞാൻ നോമ്പെടുത്തുകൊണ്ടേയിരിക്കും. ഇങ്ങനെ പറഞ്ഞ സഹാബിമാരെ പറ്റി നമ്മുടെ ബുദ്ധിയിലൊന്ന് ആലോചിക്കുക, എന്താ തീരുമാനം? നല്ലതല്ലേ? എല്ലാ കാലവും നോമ്പെടുക്കുന്നത്, കുടുംബമില്ലാതെ ദൈവത്തെ പടച്ചവനെ ആരാധിക്കുന്നത്, രാത്രി ഉറങ്ങാതെ നിസ്കരിക്കുന്നത് നല്ലതല്ലേ?
ഈ ചോദ്യം നമ്മുടെ മുമ്പിൽ ചോദിച്ചാൽ നമ്മുടെ ചില ആളുകൾ പറയും നല്ലതാണ് എങ്കിൽ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കടന്നു വരുന്നു, ഈ പ്രഖ്യാപനങ്ങൾ കേൾക്കുന്നു, പ്രവാചകൻ ആ ആളുകളെ വിളിക്കുന്നു, നിങ്ങളിങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നു. അതേ, ഞങ്ങൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്ന് അഭിമാനത്തോടെ പറഞ്ഞപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുന്നറിയിപ്പ് നൽകുകയാണ്, എന്നെ നോക്കിക്കോ, അള്ളാഹുവിനെ ഏറ്റവും കൂടുതൽ സൂക്ഷിക്കുന്ന മനുഷ്യനാണ് ഞാൻ, അള്ളാഹുവിനെ ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്ന ആളാണ് ഞാൻ, എനിക്ക് കുടുംബമുണ്ട്, എനിക്ക് ഭാര്യയുണ്ട്, എനിക്ക് മക്കളുണ്ട്, ഞാൻ കുടുംബത്തെ ഉപേക്ഷിച്ചിട്ട് ഒരു സന്യാസം സ്വീകരിക്കുക, ഒരു സൂഫിസം സ്വീകരിക്കുക എന്നുള്ള ഏർപ്പാട് എൻ്റെ ജീവിതത്തിലില്ല. ഞാൻ രാത്രി ഉറങ്ങാറുണ്ട്, കാരണം എൻ്റെ കണ്ണിനോട് എനിക്കൊരു ബാധ്യതയുണ്ട്, എൻ്റെ ശരീരത്തോട് എനിക്കൊരു ബാധ്യതയുണ്ട്. ഞാൻ ഉറങ്ങാറുണ്ട്, രാത്രി എഴുന്നേറ്റ് നമസ്കരിക്കാറുണ്ട്, ഞാൻ നോമ്പെടുക്കാറുണ്ട്, ഞാൻ നോമ്പ് ഉപേക്ഷിക്കുകയും ചെയ്യാറുണ്ട്. ഇതെൻ്റെ സുന്നത്താണ്. ഫമൻ റഗിബ അൻ സുന്നത്തി ഫലൈസ മിന്നീ. ഈ സുന്നത്തിൽ നിന്ന് നിങ്ങൾ തെറ്റിപ്പോയിട്ട് നിങ്ങൾക്കിഷ്ടമുള്ളത് നല്ലതാണെന്ന് തോന്നുന്ന കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ എൻ്റെ മതത്തിൽപ്പെട്ടവരല്ല, എൻ്റെ ദീനിൽപ്പെട്ടവരല്ല, പിന്നെ ഇസ്ലാമിൽ നിങ്ങൾക്ക് സ്ഥാനമില്ല. റസൂലുള്ളാഹിയുടെ ഈ മുന്നറിയിപ്പ് മുന്നിൽ വെച്ചുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരന്മാരെ പരിശോധിച്ചോ. നമ്മുടെ നാട്ടിൻപുറത്ത് നടക്കുന്ന ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഈ പ്രസ്ഥാനം ഒരുപക്ഷെ വേണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് എങ്കിൽ, ഈ പ്രസ്ഥാനം ഒരുപക്ഷെ ബിദ്അത്താണെന്ന് ചൂണ്ടിക്കാണിച്ചിട്ടുണ്ടെങ്കിൽ ആളുകൾ ചോദിക്കാറുണ്ട്, നിങ്ങളെന്തിനാ സലാത്തിനെ എതിർക്കുന്നത്, നിങ്ങളെന്തിനാ ദിക്റിനെ എതിർക്കുന്നത്, നിങ്ങളെന്തിനാ നമസ്കാരത്തെ എതിർക്കുന്നത്, നിങ്ങളെന്തിനാ സിയാറത്തിനെ എതിർക്കുന്നത്, നിങ്ങളെന്തിനാ ഔലിയാക്കന്മാരെ ബഹുമാനിക്കുന്നതിനെ എതിർക്കുന്നത്, നിങ്ങളെന്തിനാ മരിച്ച വീട്ടിലുള്ള ഭക്ഷണം കൊടുക്കുന്നതിനെ എതിർക്കുന്നത്, സ്വതക്കയല്ലേ, ദിക്റല്ലേ, സ്വലാത്തല്ലേ, നല്ലതല്ലേ, ഇങ്ങനെ ഓരോരോ അഭിപ്രായങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ആളുകൾ നമ്മളോട് ചോദിക്കുമ്പോൾ, എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഇസ്ലാമിൽ അടിസ്ഥാനപരമായിട്ടുള്ള വിശ്വാസം മുൻനിർത്തിക്കൊണ്ട് ഞാൻ സൂചിപ്പിക്കട്ടെ, നമ്മുടെ ഓരോ പ്രവർത്തനങ്ങൾക്കും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കൃത്യമായ രൂപഭാവങ്ങളും കൃത്യമായ ദിക്റുകളും എല്ലാ രൂപത്തിലുള്ള ചേഷ്ടകളും കാണിച്ചു തന്നിട്ടുണ്ട് എങ്കിൽ അതിൻ്റെ അപ്പുറത്തേക്ക് ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ നമുക്ക് തീരുമാനിക്കാൻ അർഹതയില്ലെങ്കിൽ പ്രവാചകൻ ഏതൊക്കെ സമയത്ത് എന്തൊക്കെ ചെയ്തുവെന്നും എന്തൊക്കെ ചെയ്തില്ലെന്നും കൃത്യമായ പ്രമാണങ്ങളുണ്ട് എങ്കിൽ പിന്നീട് എങ്ങനെയാണ് സമൂഹത്തിലേക്ക് ഓരോരോ ആചാരങ്ങൾ നല്ലതാണെന്ന് പറഞ്ഞ് കടന്നു വന്നത്? അതിന് രണ്ട് രൂപത്തിലുള്ള സ്രോതസ്സുകൾ കാണാം. ഒന്ന് ത്വരീഖത്തിൻ്റെ പ്രസ്ഥാനങ്ങളാണ്. മുഹമ്മദ് അഹമ്മദ് റഹീമി എന്ന് പറയുന്ന ത്വരീഖത്തിൻ്റെ ആദ്യത്തെ ഷേഖ് മുതൽ ഇന്നോളമുള്ള ഏറ്റവും ഒടുവിലത്തെ ആലുവ ത്വരീഖത്ത് വരെയുള്ള മുഴുവൻ ഷേഖന്മാരുടെയും ചരിത്രം പരിശോധിച്ചാൽ ആ ഷേഖന്മാർ വന്നുകൊണ്ട് ത്വരീഖത്തിൻ്റെ മുരീദന്മാരോട് പറയും, ഇതാ അള്ളാഹുവിൽ നിന്നുള്ള കശ്ഫുണ്ട് എനിക്ക്, അള്ളാഹുവിൽ നിന്നുള്ള വെളിപാടുണ്ട് എനിക്ക്, അള്ളാഹുവിൽ നിന്നുള്ള ഇൽഹാമുണ്ട് എനിക്ക്, ഞാൻ പറയുന്ന എണ്ണത്തിലുള്ള ദിക്റ് ചൊല്ലണം, ഞാൻ പറയുന്ന സമയത്ത് ദിക്റ് ചൊല്ലണം, എനിക്ക് ചില ഇൽഹാമുകളിലൂടെ ചില സ്വലാത്തുകൾ വന്നിട്ടുണ്ട്, ആ സ്വലാത്ത് ചൊല്ലണം, ഞാൻ പറയുന്ന രൂപത്തിൽ നിസ്കരിക്കണം. ഇങ്ങനെ വ്യത്യസ്ത പ്രദേശങ്ങളിൽ വ്യത്യസ്ത ശേഖന്മാർ അവരുടെ ആളുകളെ പുതിയ പുതിയ ദിക്റുകൾ പഠിപ്പിച്ചു, പുതിയ പുതിയ സ്വലാത്തുകൾ പഠിപ്പിച്ചു, പുതിയ പുതിയ ആചാരങ്ങൾ പഠിപ്പിച്ചു, പുതിയ പുതിയ വിശ്വാസങ്ങൾ പഠിപ്പിച്ചു. ഇങ്ങനെ വ്യത്യസ്ത പ്രദേശങ്ങളിൽ വിവിധ ആചാരങ്ങളുണ്ടായി, അനാചാരങ്ങളായി മാറി. മറ്റൊരു രൂപത്തിൽ പറഞ്ഞാൽ കള്ള ഹദീസുകൾ ഈ സമൂഹത്തിലേക്ക് കടന്നു വന്നു. റസൂലുള്ള പഠിപ്പിച്ച ഹദീസുകളല്ലാത്ത, റസൂലുള്ള ഒരിക്കലും തന്നെ പഠിപ്പിച്ചിട്ടില്ലാത്ത പുതിയ പുതിയ ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും ജനങ്ങളിലേക്ക് കുത്തിച്ചെലുത്തിക്കൊണ്ട് റസൂലുള്ള തന്നെ മുന്നറിയിപ്പ് നൽകിയ ഒരു കാര്യമുണ്ടല്ലോ, മൻ അഹദസ ഫീ അംരിനാ ഹാദാ മാ ലൈസ മിൻഹു ഫഹുവ റദ്ദുൻ. നമ്മുടെ ഈ മതത്തിൽ ആരെങ്കിലും പുതുതായി കൂട്ടിയുണ്ടാക്കിയാൽ അത് തള്ളപ്പെടണമെന്ന് പ്രവാചകൻ പഠിപ്പിച്ചിട്ടുണ്ടല്ലോ. അത് തള്ളപ്പെടുമെന്ന് പഠിപ്പിച്ചിട്ടുണ്ട് എങ്കിൽ ആ രൂപത്തിൽ തള്ളപ്പെടുന്ന ചില ആചാരങ്ങൾ ഉണ്ടാക്കിയത് ചില കള്ള ഹദീസിൻ്റെ പിൻബലത്തോടു കൂടിയായിരുന്നു. റസൂലുള്ള പറഞ്ഞിട്ടുണ്ട്, ഇന്ന ഹദീസുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് പ്രവാചകൻ്റെ പേരിൽ ചില കള്ളാരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ജനങ്ങളെ ഇസ്ലാമിലില്ലാത്ത പുതിയ പുതിയ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും പഠിപ്പിക്കുകയുണ്ടായി. രണ്ടാണെങ്കിലും മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരുടെ പ്രമാണമായ ഖുർആൻ ചൂണ്ടിക്കാണിക്കുകയാണ്. ഞാൻ ആദ്യം ഓതി വച്ച സൂറത്തുൽ അഹ്സാബിലൂടെ അല്ലാഹു പഠിപ്പിക്കുന്നു, ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന. നിങ്ങൾക്ക് അല്ലാഹുവിൻ്റെ പ്രവാചകരിൽ ഉത്തമമായ മാതൃകയുണ്ട്.
നിങ്ങൾ എന്ന് പറഞ്ഞാൽ ആരാ? ലിമൻ കാന യർജുല്ലാഹ, അല്ലാഹുവിൻ്റെ തൃപ്തി ആഗ്രഹിക്കുന്നവർ, വൽയൗമൽ ആഖിറ, പരലോകത്ത് രക്ഷപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നവർ, വദക്കറല്ലാഹ കസീറ, ഈ പടച്ചവൻ്റെ തൃപ്തി ഈ പടച്ചവനെ ധാരാളമായി ഓർക്കുന്ന ആളുകൾ, അവർക്ക് പ്രവാചകനിൽ മാതൃകയുണ്ട്. അപ്പം ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഏകനായ ഒരു സൃഷ്ടാവിനെ കണ്ടെത്തുന്ന ആളുകൾ, ആ പടച്ചവനെ കണ്ടെത്തുന്ന ആളുകൾ പടച്ചവന് നന്ദി കാണിക്കണമെന്ന് ആഗ്രഹിച്ചാൽ, പടച്ചവന് വഴിപ്പെടണമെന്ന് ജീവിക്കണമെന്ന് ആഗ്രഹിച്ചാൽ, പിന്നെ അവരുടെ ബുദ്ധിക്കനുസരിച്ചുള്ള ആരാധനകൾ അവർക്ക് സ്വീകരിക്കാൻ അർഹതയില്ല. പിന്നെ അവർ നോക്കേണ്ടത് എഴുത്തറിയാത്ത ആളാണെങ്കിലും കച്ചവടക്കാരനായിരുന്നുവെങ്കിലും ആട്ടിടയനായിരുന്നുവെങ്കിലും മുഹമ്മദ് എന്ന് പറയുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആചാരങ്ങളിലേക്കാണ്, അവിടുന്ന് പഠിപ്പിച്ച വിശ്വാസങ്ങളിലേക്കാണ്, അവിടുന്ന് പഠിപ്പിച്ച അനുഷ്ഠാനങ്ങളിലേക്കാണ്. അങ്ങനെ നോക്കുമ്പോൾ മുസ്ലിം സമൂഹത്തിൽ നിന്നുള്ള ഏകദേശ ആചാരങ്ങളും മാറ്റി നിർത്തണമെന്ന് നമ്മൾ സൂചിപ്പിക്കാറുണ്ട്. കാരണം ഓരോരോ കാര്യങ്ങളും പ്രത്യേകമായി എടുത്തു പറഞ്ഞിട്ട് ഞാൻ വിശദീകരിക്കുന്നില്ല. എങ്കിൽ കൂടി പൊതുമാനദണ്ഡം പറയട്ടെ. മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം എല്ലാ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും തീരുമാനിക്കുവാനുള്ള അർഹത അല്ലാഹുവിൻ്റെ വഹി മുഖേന, വമാ യന്തിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യൻ യൂഹാ, അല്ലാഹുവിൻ്റെ ദിവ്യ സന്ദേശം മുഖേനയല്ലാതെ സംസാരിക്കാത്ത ആ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടുണ്ടോ എങ്കിൽ നമ്മൾ സ്വീകരിച്ചു എന്നുള്ളൊരു കാഴ്ചപ്പാടായിരിക്കണം. ഇത് സഹാബത്തിൻ്റെ കാഴ്ചപ്പാടായിരുന്നു. ഷാമിലേക്ക് ഒരിക്കൽ ഇങ്ങനെ ഉമർ റളിയല്ലാഹു അൻഹുവും കൂട്ടരും യുദ്ധത്തിന് ഒരു ആവശ്യത്തിന് വേണ്ടി പുറപ്പെടുകയാണ്. ആ സമയത്ത് ഷാമിൽ പ്ലേഗ് ബാധിച്ചു എന്നറിയുകയാണ്. പ്ലേഗ് ബാധിച്ചു എന്നറിഞ്ഞപ്പോഴേക്ക് സഹാബത്തിൻ്റെ ഇടയിൽ ഉമർ റളിയല്ലാഹു അൻഹു അഭിപ്രായം ചോദിക്കുകയാണ്. അഭിപ്രായം ചോദിച്ച സമയത്ത് ആളുകൾ വ്യത്യസ്ത അഭിപ്രായങ്ങൾ പറഞ്ഞു. ഉമർ റളിയല്ലാഹു അന്വേഷിക്കുന്നത് ആളുകളുടെ അഭിപ്രായമല്ല, മുഹമ്മദ് നബി എന്തെങ്കിലും പഠിപ്പിച്ചോ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ എന്തെങ്കിലും പഠിപ്പിച്ചോ എന്നാണ്. അങ്ങനെയുള്ള അന്വേഷണത്തിൽ ഉമർ റളിയല്ലാഹു അൻഹു ആദ്യം ഒന്നും തന്നെ ആരുടെയും അഭിപ്രായം കേട്ടില്ല. അവസാനം ഒരു സഹാബി മുന്നോട്ട് വന്നിട്ട് പറഞ്ഞു, പകർച്ചവ്യാധിയുള്ള നാട്ടിൽ നിന്ന് ഒരാളും തന്നെ പുറത്തു പോകരുത്, പകർച്ചവ്യാധി ഉള്ള നാട്ടിലേക്ക് ആരും തന്നെ കടന്നു ചെല്ലേണ്ടതില്ലെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഉമറിൻ്റെ നാവിൽ നിന്ന് വന്നു, അൽഹംദുലില്ലാഹ്, അല്ലാഹുവിനാണ് സർവസ്തുതിയും. കാരണം എൻ്റെ നേതാവിൻ്റെ ഒരു നിർദ്ദേശം കിട്ടിയല്ലോ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വചനം കിട്ടിയല്ലോ. ഈ ഒരു അന്വേഷണം ലോകാവസാനം വരെയുള്ള മുഴുവൻ മുസ്ലിമീങ്ങളിലും ഉണ്ടാകണം. ഖേദകരമെന്ന് പറയട്ടെ, ഇന്നത്തെ മുസ്ലിമീങ്ങളിൽ ഇതിൻ്റെ അഭാവം തന്നെയാണ്. മുസ്ലിമീങ്ങളെന്ന് പറഞ്ഞിട്ട് ഇവിടെയുള്ള ആളുകളുടെ ആചാരമല്ല എൻ്റെ നാട്ടിലുള്ളത്, എൻ്റെ നാട്ടിലുള്ള ആളുകളുടെ ആചാരമല്ല തമിഴ്നാട്ടിലുള്ളത്, തമിഴ്നാട്ടിലുള്ള ആളുകളുടെ ആചാരമല്ല അങ്ങ് ഡൽഹിയിലുള്ളത്. ഒരിടത്ത് ഒരു രൂപത്തിൽ, മറ്റൊരിടത്ത് മറ്റൊരു രൂപത്തിൽ. കാരണം എന്താ? അവരൊക്കെ ഇസ്ലാം എന്ന് പറഞ്ഞ് വിശ്വസിക്കുന്നത് ഏതെങ്കിലും ഒരു വ്യക്തിയോ ഒരു മൗലവിയോ ഒരു ഉസ്താദോ ഒരു മുസ്ലിയാരോ പറയുന്നതാണെങ്കിൽ അഷ്റഫുൽ ഹൽക്ക് പഠിപ്പിച്ചതാണോ അവർ പറയുന്നത്, എൻ്റെ നേതാവിൻ്റെ വാക്കുകളാണോ അവർ പഠിപ്പിക്കുന്നത്, ആ രൂപത്തിലുള്ള ആചാരമാണോ എന്നെ പഠിപ്പിച്ചത് എന്നവരന്വേഷിക്കാറില്ല. ഈ ഒരു കാരണം കൊണ്ട് തന്നെ വ്യത്യസ്തങ്ങളായ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും വന്നപ്പോഴാണ് എക്കാലഘട്ടത്തിലും അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ പണ്ഡിതന്മാർ ജനങ്ങളെ വിശുദ്ധ ഖുർആനിൻ്റെയും തിരുസുന്നത്തിലേക്കും തിരിച്ചു വിളിച്ചതിൻ്റെ സാഹചര്യത്തിൽ മുജാഹിദ് പ്രസ്ഥാനവും ജനങ്ങളോട് പറഞ്ഞു, അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിലേക്ക് നമ്മൾ തിരിച്ചു വരണമെന്ന്. ആ സമയത്താണ് പ്രസ്ഥാനം ആരോപണ വിധേയമായത്. കണ്ടോ, നമ്മൾ പൂർവ്വപിതാക്കൾ ഇവർ തള്ളിപ്പിക്കുന്നു, നമ്മൾ ഇത്രകാലം ചെയ്തു വന്നിരുന്ന മൗലിദുകൾ വേണ്ടാന്ന് പറയുന്നു, നമ്മൾ ഇത്രകാലം കഴിച്ചു വന്ന നേർച്ചകളും ആചാരങ്ങളും വേണ്ടാന്ന് പറയുന്നു, നമ്മൾ ഇത്ര കാലവും പള്ളിയിൽ വെച്ച് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്ന കൂട്ടുപ്രാർത്ഥന വേണ്ടാന്ന് പറയുന്നു, നമ്മൾ ഇത്ര കാലവും തന്നെ ചൊല്ലി വന്നിരുന്ന കുത്തുബിയത്തും മാലകളും മൗലിദും വേണ്ടാന്ന് പറയുന്നു. ഇങ്ങനെ ഇസ്ലാമാണെന്നുള്ള രൂപത്തിൽ ആളുകളെ പഠിപ്പിച്ചു കൊണ്ടിരിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ നമ്മൾ വേണ്ടെന്ന് പറഞ്ഞു. കാരണം അത് ഇസ്ലാമല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഇസ്ലാമിൻ്റെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളുമൊക്കെ പ്രവാചകൻ പഠിപ്പിച്ചതാണെന്ന് പറഞ്ഞപ്പോൾ നമ്മൾ അന്ന് മുതൽ ഇന്നും എക്കാലഘട്ടത്തിലും ജനങ്ങളെ പഠിപ്പിച്ചു കൊണ്ടിരിക്കുന്ന ചില കാര്യങ്ങൾ സൂചിപ്പിക്കട്ടെ. അതിലൊന്ന്, പലപ്പോഴും നമ്മുടെ ആളുകൾ ഔലിയാക്കന്മാരുടെ ഖബറിങ്കലേക്ക് സിയാറത്തിന് പോകാറുണ്ട്.
ഇസ്ലാമിൽ സുന്നത്തായൊരു സിയാറത്തുണ്ട്, ബിദ്അത്തായ സിയാറത്തുണ്ട്, ശിർക്കായി പോകുന്ന സിയാറത്തും ഉണ്ട്. അതിലൊന്ന് സുന്നത്തായ സിയാറത്ത് ഞാൻ ആദ്യമേ സൂചിപ്പിക്കട്ടെ. റസൂലുള്ള പറഞ്ഞു, അലാ ഫസൂറുഹ, നിങ്ങൾ ഖബർ സന്ദർശിക്കണേ. ഫഇന്നഹാ തുദക്കിറുൽ ആഖിറ, അത് നിങ്ങളെ പരലോകത്തെ ഓർമ്മിപ്പിക്കുന്നതാണ്. ഇസ്ലാമിൽ സുന്നത്തായ സിയാറത്ത് എന്തിനു വേണ്ടിയാണെന്ന് പ്രവാചകന്റെ തിരുനാവിലൂടെ നമ്മളെ പഠിപ്പിച്ചു. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച സിയാറത്ത് ഖബറിങ്കിൽ കിടക്കുന്ന ആളുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനാണ്. ഞാനും മരിച്ചു പോകേണ്ടവനാണെന്നുള്ള ഓർമ്മക്ക് വേണ്ടിയാണ്. ഈ മഹാപ്രപഞ്ചത്തിലെ എല്ലാ മനുഷ്യരും മരിച്ചു പോകേണ്ടവരാണ്. പ്രപഞ്ച സൃഷ്ടാവിങ്കിലേക്ക് തിരിച്ചു പോകേണ്ടവരാണ്. സൃഷ്ടാവിൻ്റെ മുമ്പിൽ പോയി കണക്ക് പറയേണ്ടവരാണ്. അനുഭവിച്ച മുഴുവൻ അനുഭവങ്ങൾക്കും അല്ലാഹുവിൻ്റെ മുമ്പിൽ വിചാരണ ചെയ്യപ്പെടുന്നതാണ് എന്നുള്ളൊരു ചിന്തയുണ്ടാകാൻ ഖബർ സന്ദർശിക്കണമെന്ന് പ്രവാചകൻ പഠിപ്പിച്ചു. എന്നാലോ മുസ്ലിം സമുദായം ചില സിയാറത്തുകൾ കൊണ്ട് നടന്നു. ആ സിയാറത്തിൽ അവർ പുതക്കാനുള്ള പൊട്ട് കൊണ്ടുപോയിരുന്നു. ആ സിയാറത്തിൽ അവർ കത്തിക്കാനുള്ള ചന്ദനത്തിരി കൊണ്ടുപോയിരുന്നു. ആ സിയാറത്തിൽ അവർ എണ്ണ കൊണ്ടുപോയി ഇടുകയും എടുക്കുകയും ചെയ്യുമായിരുന്നു. ആ സിയാറത്തിൽ അവർ ഖബർ തവാഫ് ചെയ്യുമായിരുന്നു. ആ സിയാറത്തിൽ അവർ ഖബർ മുത്തിമണക്കുമായിരുന്നു. ഇത് കണ്ടപ്പോൾ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ പണ്ഡിതന്മാർ പറഞ്ഞു, പ്രിയപ്പെട്ട സഹോദരന്മാരെ, നമ്മുടെ നേതാവ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖബർ സന്ദർശിക്കാൻ പറഞ്ഞത് ഖബറിടങ്ങളിൽ കിടക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും ഞാനും മണ്ണായി പോകേണ്ടവനാണെന്നുള്ള ചിന്തയ്ക്ക് വേണ്ടിയാണ്. ഭാര്യയ്ക്ക് ഭർത്താവ് തുണയില്ലാത്തൊരു ദിവസം വരാനുണ്ട്. ഭർത്താവിന് ഭാര്യയ്ക്ക് തുണയില്ലാത്തൊരു ദിവസം വരാനുണ്ട്. ഒറ്റയ്ക്ക് പോയി ഖബറിടങ്ങളിൽ കിടക്കേണ്ടുന്നൊരു ദിവസം വരാനുണ്ട്. അന്ന് നമ്മുടെ രാഷ്ട്രീയ തമ്പുരാക്കന്മാർ നമ്മുടെ കൂടെ ഉണ്ടാവില്ല. നമ്മുടെ മക്കൾ നമ്മുടെ കൂടെ ഉണ്ടാവില്ല. നമ്മളോട് എന്തെല്ലാം ചെയ്തോ എന്ന് പറഞ്ഞ ഒരു നേതാവ് നമ്മുടെ കൂടെ ഉണ്ടാവില്ല. ഒറ്റയ്ക്ക് വന്ന് കിടക്കേണ്ടുന്ന ഖബറിനെ ഓർക്കുന്നതിന് വേണ്ടി, ആ മരണാനന്തര ജീവിതത്തെ ഓർക്കുന്നതിന് വേണ്ടി നീ സിയാറത്ത് ചെയ്യണം. ആ സിയാറത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്ത് കാണിച്ചിട്ടുണ്ട്. അവിടുത്തെ തിരുസുന്നത്തിലുണ്ട്, സ്വഹാബത്ത് ചെയ്തിട്ടുണ്ട്. അവരാരും പുതക്കാനുള്ളൊരു പട്ട് കൊണ്ടുപോയിട്ടില്ല. അവരാരും സിയാറത്ത് ചെയ്യുമ്പോൾ ആ ഖബറിനെ മുത്തിമണത്തിട്ടില്ല. അവരാരും ആ ഖബറിങ്കിൽ ഒരു ചന്ദനത്തിരി കത്തിച്ചിട്ടില്ല. അവരാരും ഖബറിങ്കിൽ നിന്ന് എണ്ണ എടുത്ത് കൊണ്ടുവരികയോ എണ്ണ ഇടുകയോ ചെയ്തിട്ടില്ല. അവരാരും തങ്ങളുടെ പോക്കറ്റുകളിൽ ഖബറിങ്കിൽ കിടക്കുന്ന ഭണ്ഡാരപ്പെട്ടിയിൽ കൊണ്ടുപോയി പണം നിക്ഷേപിക്കാനുള്ള പണവും കരുതിയിട്ടില്ല. അതുകൊണ്ട് നമ്മൾ പറഞ്ഞു, റസൂലുള്ളയുടെ സുന്നത്തല്ലേ നമ്മൾ ചെയ്യേണ്ടത്. ആ റസൂലുള്ള പഠിപ്പിച്ച ആദർശമല്ലേ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടത്. അതല്ലേ സ്വർഗത്തിലേക്കുള്ള വഴി. എങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഏതൊരു കാര്യത്തിനാണോ സിയാറത്ത് പഠിപ്പിച്ചത്, അതിനു വേണ്ടിയായിരിക്കണം നമ്മൾ സിയാറത്ത് ചെയ്യേണ്ടത്. പക്ഷേ രണ്ട് രൂപത്തിൽ ആളുകൾ സിയാറത്ത് ചെയ്തു. ഒന്ന്, ഞാനീ പറഞ്ഞ രൂപത്തിൽ ബിദ്അത്തായ രൂപവും. രണ്ട്, അള്ളാഹുവിനോട് പ്രാർത്ഥിക്കേണ്ടുന്ന കാര്യങ്ങൾ, രോഗങ്ങൾ മാറാൻ, ബുദ്ധിമുട്ടുകൾ നീങ്ങാൻ, പ്രയാസങ്ങൾ മാറിക്കിട്ടാൻ, ഗൾഫിലേക്ക് വിസ ശരിയാകാൻ, കുട്ടികളുണ്ടാകാൻ, ഇങ്ങനെ ഓരോരോ ആവശ്യങ്ങൾക്ക് വേണ്ടി മക്ബറകൾ തോറും കയറിയിറങ്ങുന്ന സമുദായത്തിലെ അംഗങ്ങളുണ്ടായപ്പോൾ ഈ പ്രസ്ഥാനത്തിൻ്റെ മഹാന്മാരായ പണ്ഡിതന്മാർ പറഞ്ഞു, പ്രിയപ്പെട്ട സഹോദരന്മാരെ, നമ്മുടെ മനസ്സിൻ്റെ നൊമ്പരങ്ങൾ അറിയുന്നവനാരാ, നമ്മുടെ പ്രയാസങ്ങൾ അറിയുന്നവനാരാ, നമ്മുടെ നിരാശകൾ അറിയുന്നവനാരാ, മാതാവിൻ്റെ ഗർഭാശയം തൊട്ട് മരിക്കുന്നത് വരെ നമുക്ക് അനുഭവിക്കുവാനുള്ള എല്ലാ വായുവും വെള്ളവും വെളിച്ചവും തന്നതാരാ? അതൊരു സൃഷ്ടാവാണ്, പടച്ചവനാണ്, റബ്ബാണ്. എങ്കിൽ ആ റബ്ബ് നമ്മളോട് ഖുർആനിൽ പറഞ്ഞത്, ഉദൂനി അസ്തജിബ് ലക്കും, നിങ്ങൾ എന്നോട് പ്രാർത്ഥിച്ചോ ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകാമെന്നാണെങ്കിൽ ആ പ്രാർത്ഥനകൾക്ക് ഖബറിടങ്ങളിൽ പോകണമെന്ന വ്യവസ്ഥ വെച്ചിട്ടില്ല. നമസ്കാരത്തിന് ശേഷവും ചോദിച്ചോളൂ, റബ്ബ് നമുക്ക് ഉത്തരം നൽകുമെന്ന് പറഞ്ഞു. ഖബറിടങ്ങളിലുള്ള ഈ രൂപത്തിലുള്ള സിയാറത്ത് റസൂലുള്ളയും സഹാബത്തും അത് പ്രകാരം തന്നെ സുന്നത്ത് ജമാഅത്തിന്റെ ആലിമീങ്ങളും പഠിപ്പിച്ചിട്ടില്ലാത്തത് കൊണ്ട് നമ്മൾ ചെയ്യരുത് എന്നും ജനങ്ങളെ പഠിപ്പിച്ചു. അപ്പൊ പറഞ്ഞുകൊണ്ടോ ഔലിയാക്കന്മാരോട് ഇവർക്ക് ബഹുമാനമില്ല, ഔലിയാക്കന്മാരോട് ആദരവില്ല. സുബ്ഹാനല്ലാഹ്, ഔലിയാക്കന്മാരോട് ബഹുമാനവും ആദരവും ഉണ്ട്. കാരണം ഖുർആനിൽ എടുത്തു പറഞ്ഞ മഹത്തുക്കൾ അത് നമ്മൾ ഓരോരുത്തരും ആയിത്തീരുവാനുമുള്ള പരിശ്രമമുണ്ടാകണം. അങ്ങനെ ആയിത്തീർന്നവർ ഇസ്ലാമിൻ്റെ മാർഗത്തിലൂടെ ചരിക്കുന്നവരോട് ആദരവും ബഹുമാനവും ഉണ്ടാകണം. അത് ഇസ്ലാമിൻ്റെ താല്പര്യമാണ്. പക്ഷേ ആദരവിൻ്റെയും ബഹുമാനത്തിൻ്റെയും കാര്യത്തിൽ കേരളത്തിലെ നമ്മൾ ആളുകൾ ചെയ്യുന്നത് പോലെ പട്ടുമൂടലും അതുപ്രകാരം തന്നെ അവിടെ പോയി പൂമൂടലും
അങ്ങ് കേരളം വിട്ടുകഴിഞ്ഞാൽ ഖബറെങ്കിൽ തന്നെ പോയി സുജൂദ് ചെയ്യുന്ന ഏർപ്പാട് ഒക്കെ ആദരവാണ്. ഈ രൂപത്തിലുള്ള ഏർപ്പാടുകളൊക്കെ ഇസ്ലാമിൽ നിന്ന് നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ട്. അതേ പ്രകാരം തന്നെ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കുന്നതിൻ്റെ ഭാഗമായി നമ്മൾ പറഞ്ഞു, റസൂൽ സ്നേഹമുണ്ടെങ്കിൽ സ്വലാത്ത് ചെല്ലണം. അത് ഖുർആനിൽ പറഞ്ഞതാണ്. എന്നാൽ സ്വലാത്ത് എന്ന് പറഞ്ഞിട്ട് നമുക്ക് തോന്നുന്ന സന്ദർഭങ്ങളിൽ തോന്നുന്ന എണ്ണം നിശ്ചയിച്ച് ചൊല്ലിയാലോ? മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ പ്രത്യേകമായ അഭിപ്രായമാണിത് എന്നുള്ള രൂപത്തിൽ നിങ്ങളാരും മനസ്സിലാക്കാതിരിക്കാൻ വേണ്ടി ഞാനൊക്കെ ഓതിപ്പടിച്ചത് പള്ളി ദർസുകളിൽ നിന്ന് നമ്മുടെ ഉസ്താദുമാരൊക്കെ ഓതിപ്പടിക്കുന്ന ഷാഫിഈ മദ്ഹബിൻ്റെ ഗ്രന്ഥങ്ങളാണ്. ഷാഫിഈ മദ്ഹബിൻ്റെ ഗ്രന്ഥങ്ങളിൽ തന്നെ നമുക്ക് ചില പരാമർശങ്ങൾ കാണാം. അക്കൂട്ടത്തിൽ നമ്മുടെ ഉസ്താദുമാരൊക്കെ അംഗീകരിക്കുന്ന ഇബ്നു ഹജർ അൽ ഹൈതമി തങ്ങൾ എന്ന് പറയുന്ന ആ ഇബ്നു ഹജർ അൽ ഹൈതമി തങ്ങളുടെ ഫതാവൽ കുബ്രയിൽ അദ്ദേഹത്തോട് ചില ചോദ്യങ്ങളുണ്ട്. ആ ചോദ്യങ്ങളിൽ 2-3 ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. അതിലൊന്ന്, ഹൽ തുസന്നു സലാ അലൈഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ബൈന തസ്ലീമാത്തി തറാവീഹിൻ്റെ ഇടയിൽ ഇങ്ങനെ സ്വലാത്ത് ചെല്ലൽ സുന്നത്താണോ എന്നുള്ള ചോദ്യമാണ് ഇദ്ദേഹത്തോട് ചോദിക്കുന്നത്. ഇദ്ദേഹം മുജാഹിദ് എന്ന് പറഞ്ഞിട്ടൊരു പ്രത്യേക മെമ്പർഷിപ്പ് എടുത്ത ആളല്ല. എങ്കിൽ കൂടി ഷാഫിഈ മദ്ഹബിൻ്റെ പണ്ഡിതനായ അദ്ദേഹം കൊടുക്കുന്ന ഉത്തരം എന്താണെന്നറിയോ? അദ്ദേഹം പറയുന്നു, അസ്സലാത്തു ഫീ ഹാദൽ മഹല്ലി ബിഖുസൂസിഹി ലം നറ ഫീഹാ ശൈഅൻ ഫി സുന്ന വലാ ഫീ കലാമി അസ്ഹാബിനാ. നമ്മുടെ അസ്ഹാബിമാരുടെ സംസാരത്തിലോ സുന്നത്തിലോ ഇങ്ങനെ 2 തറാവീഹിൻ്റെ 2 റക്അത്തുകൾക്കിടയിലുള്ള സ്വലാത്ത് ചൊല്ലുന്നതിന് യാതൊരു തെളിവുമില്ല. അതുകൊണ്ട് തന്നെ ഫഹിയ ബിദ്അത്തുൻ, അത് ബിദ്അത്താണ്, അത് തടയപ്പെടേണ്ടതാണ്, അത് സുന്നത്താണെന്ന് കരുതി ആരും ചെയ്യരുത്. അപ്പോൾ പ്രിയപ്പെട്ടവരെ, സ്വലാത്തിന് മോശമുള്ളത് കൊണ്ടല്ല, സ്വലാത്തൊക്കെ നല്ല തന്നെ. 2 തറാവീഹിനിടയ്ക്ക് സ്വലാത്ത് ചൊല്ലിക്കൂടെ? എന്തേ ചൊല്ലിയാൽ എന്ന് ചോദിക്കുന്നവർക്ക് ഷാഫിഈ മദ്ഹബിൻ്റെ പണ്ഡിതനായ ഇബ്നു ഹജർ അൽ ഹൈതമി തങ്ങൾ കൊടുക്കുന്ന മറുപടിയാണത്. ഇനിയോ, ബാങ്കിന് മുമ്പ് ചില ആളുകൾ ഇങ്ങനെ ഉറക്ക സ്വലാത്ത് ചെല്ലുന്നത് കാണാം. ഷാഫിഈ പണ്ഡിതനായ ഇബ്നു ഹജർ അൽ ഹൈതമി തങ്ങളോടൊരു ചോദ്യം, അല്ല, ഈ ബാങ്കിനും ഇഖാമത്തിനും മുമ്പ് ഇങ്ങനെ ഉറക്ക സ്വലാത്ത് ചൊല്ലുന്നത് അത് ഇസ്ലാമിൽ സുന്നത്തുള്ള കാര്യമാണോ? അദ്ദേഹത്തോടുള്ള ചോദ്യത്തിന് അദ്ദേഹം ഉത്തരം പറയുന്നത് എന്താണെന്നറിയോ? വലം നറ ഫീ ശൈഇൻ മിൻഹാ അത്തഅറുദു ലിസ്സലാത്തി അലൈഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖബ്ലൽ അദാനി വലാ. ബാങ്കിന് മുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വലാത്ത് ചൊല്ലുന്നതിന് യാതൊരു തെളിവ് ഞാൻ കണ്ടെത്തിയിട്ടില്ല. ഫഹീനൈദിൻ കുല്ലു വാഹിദിൻ മിൻ ഹാദൈനി ലൈസ ബിസുന്ന. അപ്പം ഈ സന്ദർഭങ്ങളിൽ ബാങ്കിന് മുമ്പും ഇഖാമത്തിന് മുമ്പും സുന്നത്തല്ല. എന്തുകൊണ്ടാ പ്രിയപ്പെട്ടവരെ? സ്വലാത്തിന് മോശമുള്ളത് കൊണ്ടല്ല, സ്വലാത്തിൽ അല്ലാഹുവിൻ്റെ റസൂലിനെ കുറ്റപ്പെടുത്തുന്നത് കൊണ്ടല്ല. നമ്മളൊരു പ്രത്യേക സമയം നിശ്ചയിച്ചു, നമ്മളൊരു പ്രത്യേക എണ്ണം നിശ്ചയിച്ചു. ഏതുപോലെ ഫത്ഹുൽ മുഈൻ എന്ന് പറയുന്ന ഷാഫിഈ മദ്ഹബിൻ്റെ ഗ്രന്ഥത്തിൽ സാധാരണക്കാരൻ്റെ കയ്യിൽ പോലും അത്തരം ഗ്രന്ഥങ്ങളുണ്ടല്ലോ. ആ ഗ്രന്ഥങ്ങളിൽ കാണാം ചില പരാമർശങ്ങൾ. അതിൻ്റെ പരിഭാഷകൾ നമുക്ക് കോഴിക്കോട്ടങ്ങാടിയിൽ പോയാൽ വാങ്ങാൻ കിട്ടും. അത് മുജാഹിദുകൾ അംഗീകരിക്കുന്ന ഗ്രന്ഥമൊന്നുമല്ല. എങ്കിൽ കൂടി സൂചിപ്പിക്കട്ടെ, ഫത്ഹുൽ മുഈൻ എന്ന് പറയുന്ന ഒരു ഗ്രന്ഥത്തിൽ അതിൻ്റെ ഒരു പരിഭാഷയിൽ നിന്ന് ചില വചനങ്ങൾ ഞാൻ നിങ്ങളെ കേൾപ്പിച്ചു തരാം. ബിദ്അത്ത് ചെയ്യുന്നതിനെപ്പറ്റി ചില ആളുകൾ ഇങ്ങനെ സൂചിപ്പിച്ചതിന് ശേഷം പറയുകയാണ്, ശഅബാൻ മാസം 15-ാം രാവിൽ ചിലർ ചെയ്യുന്ന 100 റക്അത്ത് നിസ്കാരവും ഹീനമായ ബിദ്അത്ത് തന്നെ. ചില ആളുകൾ റജബ് 27 100 റക്അത്ത് നിസ്കരിക്കാറുണ്ട്. അത് തെറ്റാണ്, ഹറാമാണ്, തടയപ്പെടേണ്ടതാണ്. എന്തേ കാരണം? അതിൽ അള്ളാഹുവിനെ തെറി വിളിക്കുന്നില്ല, പടച്ചവനെ കുറ്റപ്പെടുത്തുന്നില്ല. നേരെ മറിച്ച് ഒരു പ്രത്യേക ദിവസവും പ്രത്യേക എണ്ണവും നിശ്ചയിക്കാൻ നമുക്ക് അർഹതയില്ല. ഈ രൂപത്തിലുള്ള പരാമർശങ്ങൾ പല രൂപത്തിലും കാണാമെങ്കിൽ നമ്മൾ പറഞ്ഞു സ്വലാത്ത് സുന്നത്താണ്. ഒരു സലാത്തിന് 10 ഇരട്ടി നന്മ നമുക്ക് ലഭിക്കും. അതുകൊണ്ട് എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന മുഴുവൻ ആളുകളോടും ആമുഖമായി ഉണർത്തട്ടെ, സ്വലാത്ത് ചൊല്ലണേ പ്രിയപ്പെട്ടവരെ. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ സ്വലാത്ത് ചൊല്ലാൻ നമ്മളോട് കൽപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ലോക മുസ്ലിമീങ്ങൾ ഒന്നടങ്കവും ആ പ്രവാചകൻ്റെ പേരിൽ സ്വലാത്ത് ചൊല്ലിയിട്ടില്ലെങ്കിൽ നിങ്ങളുടെ നമസ്കാരം പൂർണ്ണമല്ല. ആ പ്രവാചകൻ്റെ പേര് പറഞ്ഞിട്ടില്ലെങ്കിൽ ബാങ്ക് പൂർണ്ണമല്ലെങ്കിൽ നബിയെ നമ്മൾ പോലെയുള്ള ഒരാളാക്കി എന്ന് പറയുന്ന വാദത്തിന് ഇസ്ലാമിക ലോകത്ത് യാതൊരു അടിസ്ഥാനവും ഇല്ല. പക്ഷേ മുഹമ്മദ് നബി അള്ളാഹുവിൻ്റെ റസൂലാണ്, മനുഷ്യനാണ് എന്ന് നമ്മൾ പറഞ്ഞു. കാരണം എന്താ? മുഹമ്മദ് നബിയെ ചിലർ ദൈവമാക്കി. എന്തിൻ്റെ പേരിൽ? മുഹമ്മദ് നബിയോട് പ്രാർത്ഥിക്കാൻ തുടങ്ങി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പാപമോചനം തേടാൻ തുടങ്ങി, സ്വലാത്താണെന്ന് പറഞ്ഞിട്ട് നാരിയത്ത് സ്വലാത്ത് ചൊല്ലാൻ തുടങ്ങി.
അപ്പം നമ്മൾ പറഞ്ഞു മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മനുഷ്യനാണ്, അള്ളാഹുവിൻ്റെ ദൂതനാണ്. നാരിയത്ത് സ്വലാത്ത് ചൊല്ലരുത് എന്ന് പറഞ്ഞത് കൊണ്ട് ആ സ്വലാത്തിനോടുള്ള വിരോധം ഉള്ളത് കൊണ്ടല്ല. എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന ഏതെങ്കിലും മുസ്ലിം സഹോദരന്മാരുണ്ടെങ്കിൽ സൂചിപ്പിക്കട്ടെ, ഹബീബായ റസൂലിൻ്റെ പേരിൽ സ്വലാത്ത് ചെല്ലണേ. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള സ്വലാത്ത് അള്ളാഹു വിശുദ്ധ ഖുർആനിൽ നമ്മളോട് ഉണർത്തിയാണ്, അത് നമ്മൾ ചൊല്ലിക്കൊണ്ടേയിരിക്കണം. പക്ഷേ നാരിയത്ത് സ്വലാത്ത് ചൊല്ലരുതെന്ന് പറഞ്ഞത് അല്ലാഹുമ്മ സ്വല്ലി സ്വലാത്തൻ കാമിലാ വസല്ലിം സലാമൻ താമ്മൻ അലാ സയ്യിദിനാ മുഹമ്മദിൻ അല്ലദീ തൻഹല്ലു ബിഹിൽ ഉഖദ വതൻഫരിജു ബിഹിൽ ഖുർബു തുഖ്ലാ ബിഹിൽ ഹവായിജ് എന്നിങ്ങനെ തുടങ്ങുന്ന സലാത്തിലുള്ളത് അള്ളാഹുവിൻ്റെ ആ മർത്തബയിലേക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഉയർത്തുകയാണ്. ഒരു മുസ്ലിമിനോട് നിങ്ങൾ ചോദിച്ചു നോക്ക്, ആരാ നിൻ്റെ വിഷമം മാറ്റുന്നത്? ആരാ നിൻ്റെ ആവശ്യങ്ങൾ വീട്ടിത്തരുന്നത്? ആരാ നിൻ്റെ പ്രയാസങ്ങൾ ദൂരീകരിക്കുന്നത്? ഒരൊറ്റ മുസ്ലിമിനും സംശയമില്ല, എന്നെ സൃഷ്ടിച്ച എൻ്റെ പടച്ചവനാണ്, അല്ലാഹുവാണ്, റബ്ബുൽ ആലമീനാണ്. എന്നാ നാരിയത്ത് സ്വലാത്ത് പറയുന്നത് എന്താ? മുഹമ്മദ് നബിയാണ് എൻ്റെ വിഷമങ്ങൾ മാറ്റുന്നത്, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് എൻ്റെ ബുദ്ധിമുട്ടുകൾ നീക്കുന്നത്, അവിടെ നിന്നാണ് എൻ്റെ ആവശ്യങ്ങൾ വീട്ടുന്നത്. സുബ്ഹാനല്ലാഹ്, ഇങ്ങനെ മുസ്ലിമിന് പറയാൻ പാടില്ല. അതുകൊണ്ട് നാരിയത്ത് സ്വലാത്ത് ചൊല്ലാനും പാടില്ല. 4444 വട്ടം ഈ വിനീതനും ഒരു ബുഖാരി തങ്ങളെ സദസ്സ് പോയി ചെല്ലേണ്ടി വന്നിട്ടുണ്ട്. ഇസ്തിഗ്ഫാർ നടത്തുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇതിൻ്റെ അർത്ഥമൊന്നും ആലോചിച്ചാൽ അള്ളാഹുവാണ് എൻ്റെ വിഷമം മാറ്റി തരുന്നത് എന്ന് വിശ്വസിക്കുന്ന ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിൻ്റെ പ്രവാചകം പഠിപ്പിച്ച സ്വലാത്തുകൾ അവൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണമെന്ന കാര്യത്തിൽ തർക്കമില്ല. എങ്കിൽ അള്ളാഹുവാണ് എൻ്റെ വിഷമം മാറ്റി തരുന്നതെന്ന് വിശ്വസിക്കുന്ന മുസ്ലിം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് എൻ്റെ വിഷമം മാറ്റി തരുന്നതെന്ന് പറയാൻ ഒരിക്കലും ഒരുക്കമല്ല. അതുകൊണ്ട് തന്നെ നാരിയത്ത് സ്വലാത്ത് ചൊല്ലുകയും വേണ്ട. സ്വലാത്ത് മാത്രമല്ല, സ്വലാത്താണെന്ന് പറഞ്ഞുകൊണ്ട് ആളുകളെ പല രൂപത്തിലുള്ള ബിദ്അത്തിന്റെ മാലകളും മൗലിദുകളും പഠിപ്പിച്ചിട്ടുണ്ട്. നമ്മളത് ചൊല്ലണ്ടെന്ന് പറഞ്ഞതിൻ്റെ കാരണം എന്താ? റസൂലുള്ളയോടുള്ള വിരോധം കൊണ്ടല്ല, അവിടത്തേക്ക് സ്വലാത്ത് ചെല്ലുന്നതിനോടുള്ള വിരോധം കൊണ്ടല്ല, അവിടത്തേക്ക് മദ്ഹ് പറയുന്നതിനോടുള്ള വിരോധം കൊണ്ടല്ല. നേരെ മറിച്ച് സ്വലാത്തല്ലേ, മദ്ഹല്ലേ, നല്ലതല്ലേ, പുണ്യമല്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മങ്കൂസ് മൗലിദ് തുടങ്ങിയ ചില മൗലിദുകൾ ചൊല്ലാൻ തുടങ്ങിയപ്പോൾ ഈ വിനീതനും അത്തരം മൗലിദുകളൊക്കെ പാരായണം ചെയ്തിട്ടുണ്ട്, ഓതിയിട്ടുണ്ട്, ചോറും നൂറും കാറും വാങ്ങിയിട്ടുണ്ട്. പക്ഷേ ഇപ്പം വേണ്ടെന്ന് പറയുന്ന ഇത്തരം സദസ്സുകളിൽ പറയേണ്ടുന്ന കാരണം, പ്രിയപ്പെട്ടവരെ, ആ മൗലിദുകളിലുള്ള ചില പരാമർശങ്ങൾ അല്ലാഹുവിൻ്റെ വിശുദ്ധ ഖുർആനിനെതിരാണ്, അഷ്റഫുൽ ഖൽഖിനെ നിന്ദിക്കുന്ന രൂപത്തിലാണ്. അതുകൊണ്ട് നമ്മൾ വേണ്ടെന്ന് പറഞ്ഞു. അള്ളാഹിൻ്റെ റസൂലിൻ്റെ പേരിൽ സ്വലാത്ത് ചെല്ലാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ മദ്ഹ് പറയാം, അതിനൊന്നും തർക്കമില്ല. പക്ഷെ അതിന് പ്രത്യേക രൂപവും പ്രത്യേക ഭാവവും പ്രത്യേക ദിവസവും പ്രത്യേക എണ്ണവും പ്രത്യേകമായിട്ടുള്ള ആ ഒരു ആചാരമായിട്ടൊരു മാറ്റപ്പെട്ടപ്പോഴാണ് അത് നമ്മൾ ചെയ്യേണ്ടെന്ന് പറഞ്ഞത്. അക്കൂട്ടത്തിൽ മൗലിദുകളാണെന്ന് പറയുന്ന മങ്കൂസ് മൗലിദ് ഖുർആനിലുള്ള ഒരുപാട് പരാമർശങ്ങൾക്ക് വിരുദ്ധമാണ് മങ്കൂസിലുള്ളത്. നിങ്ങളൊന്ന് ആലോചിക്ക് പ്രിയപ്പെട്ടവരെ, ബലിപെരുന്നാളല്ലേ വരാൻ പോകുന്നത്. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിൻ്റെ ചരിത്രം നമുക്കറിയാലോ. ആരാണ് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം എന്ന്? ലോകത്തിന് ഒരേ ഒരു ദൈവത്തെ മാത്രം ആരാധിക്കണമെന്ന് പഠിപ്പിച്ച, ആ ലോകത്തിന് മുഴുവനും ഏകദൈവ വിശ്വാസത്തിൻ്റെ വെളിച്ചം പകർന്ന മഹാനായ പ്രവാചകൻ. ആ പ്രവാചകനെ പറ്റി നമ്മൾ വിശ്വസിക്കുന്നത് എന്താ? നമ്രൂദിൻ്റെ അഗ്നികുണ്ഡത്തിലേക്ക് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനെ എറിഞ്ഞപ്പോൾ ആ ഇബ്രാഹിം നബിയെ എറിയപ്പെട്ട അഗ്നികുണ്ഡം തണുത്തു പോയത് എന്തിൻ്റെ പേരിലാ? ഖുർആൻ അതിനെ പ്രഖ്യാപിക്കുന്നത് കാണാം. സൂറത്തുൽ അംബിയായിലൂടെ നമ്മളൊക്കെ വിശ്വസിക്കുന്നത് ഖുൽനാ യാ നാറു കൂനി ബർദം വസലാമൻ അലാ ഇബ്രാഹിം, ഇബ്രാഹീമിൻ്റെ മേലിൽ തണുപ്പും രക്ഷയും ആകണമെന്ന് അള്ളാഹു പറഞ്ഞപ്പോഴാണ് തീ കെട്ടുപോയത്. മങ്കൂസിലോ സുബ്ഹാനല്ലദീ യത്ലാ ഫീ ശഹ്രി റബീഉൽ അവ്വൽ ഖമറ നബിയുൽദാ വൗജദ നൂറഹു ഖബല ഖൽഖിൽ ആലമി വസമ്മാഹു മുഹമ്മദ എന്നിങ്ങനെ തുടങ്ങിയിട്ട് അതിലിങ്ങനെ കാണാം. വകാന ഫീ സുൽബി ഇബ്രാഹിമ ഹീന ഉൽഖിയ ഫിന്നാർ, അഗ്നിജ്വാലകളിലേക്ക് ഇബ്രാഹീമിനെ എടുത്തെറിഞ്ഞപ്പോൾ മുഹമ്മദ് നബി മുതുകിലുള്ളത് കൊണ്ടാണ് ഫആദ വസ്വാറ ലഹബുഹാ മുഹമ്മദ, അഗ്നിജ്വാല കെട്ടടങ്ങിപ്പോയത് എന്ന് മങ്കൂസ്. മുഹിദ്ദീൻ ശേഖിൻ്റെ പേരിൽ ചിലർ പറഞ്ഞു കുന്തു വ ഇബ്രാഹിമ മുൽഖാ ബിനാരിഹി വമാ ബാറദന്നീറാനു ഇല്ലാ ബിദഅവതി, ഞാൻ ഇബ്രാഹിമിൻ്റെ കൂടെയുള്ളത് കൊണ്ടാണ് ആ തീ കെട്ടുപോയതെന്ന് മുഹിദ്ദീൻ ശേഖിൻ്റെ പേരിൽ ചിലർ പറഞ്ഞു. ഇത് രണ്ടും തെറ്റാണ്. മുഹമ്മദ് നബി ഉള്ളത് കൊണ്ടാണ് തീ കെട്ടുപോയതെന്ന് പറഞ്ഞാലോ
അതേ പ്രകാരം തന്നെ മുഹീദ്ദീൻ ശൈഖ് ഉള്ളിടത്ത് കൊണ്ട് പറഞ്ഞാൽ അവരുണ്ട് ശരിയല്ല. ഖുർആൻ പറഞ്ഞത് യാനാറു കൂനി ബർദം വസലാമൻ അലാ ഇബ്രാഹിം എന്ന് അല്ലാഹ് പറഞ്ഞപ്പോഴാണ് തീ കെട്ടുപോയത്. അപ്പോൾ ഖുർആനിനെതിരാണ് മങ്കൂസ്. അതുകൊണ്ടാണ് നമ്മളത് ചൊല്ലരുത് എന്ന് പറഞ്ഞത്. നൂഹ് നബി അലൈഹി ഇസ്ലാമിൻ്റെ ചരിത്രം നമുക്കറിയാം. വിശുദ്ധ ഖുർആനിൽ ഫഅൻജൈനാഹു വമൻ മഅഹു ഫിൽ ഫുൽക്കിൽ മശ്ഹൂൻ, നാമാണ് നൂഹ് നബി അലൈഹി ഇസ്ലാമിനെ കപ്പലിൽ രക്ഷപ്പെടുത്തിയത് എന്ന് അള്ളാഹു വിശദീകരിക്കുന്നത് കാണാം. നൂഹ് നബി അലൈഹിസ്സലാം പ്രാർത്ഥിച്ച പ്രാർത്ഥനകളും കാണാം. പക്ഷേ മങ്കൂസ് പറയുന്നത് എന്താ? വസ്തഗാസ ബിഹി നൂഹ് നബി അലൈഹി ഇസ്ലാമിനോട് നൂഹ് നബി അലൈഹി ഇസ്ലാം സഹായം തേടി ആരെ കൊണ്ട്? മുഹമ്മദ് നബിയെ കൊണ്ട്. ഫനജാ മിനർ റദ, അങ്ങനെ വെള്ളപ്പൊക്കത്ത് നിന്ന് രക്ഷപ്പെട്ടു. ഖുർആൻ പറയുന്നതോ അല്ലാഹ് രക്ഷിച്ചു. മുഹീദ്ദീൻ ശൈഖിൻ്റെ പേരിൽ ചില കള്ള ആരോപണങ്ങളുണ്ട്. ആ മഹാനായ മനുഷ്യൻ പറഞ്ഞതല്ലത്. ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജീലാനി റഹ്മത്തുള്ളാഹി അലൈഹി അങ്ങനെ പഠിപ്പിക്കുകയും ഇല്ല. അദ്ദേഹത്തിൻ്റെ പേരിൽ ചിലർ പറഞ്ഞു അനാ കുന്തു മഅനൂഹിൻ ബിഅലാ സഫീനത്തിൻ ബിഹാറം വതൂഫാനൻ അലാ കഫി ഖുദ്റതി, എൻ്റെ കൈപ്പടത്തിലൂടെയാണ് നൂഹ് നബിൻ്റെ കപ്പൽ സഞ്ചരിച്ചത്, ഞാനുള്ളത് കൊണ്ടാണ് അദ്ദേഹം രക്ഷപ്പെട്ടത്, അല്ല മുഹമ്മദ് നബിയെ കൊണ്ട് തേടിയത് കൊണ്ടാണെന്ന് മങ്കൂസ്. ഖുർആൻ പറയുന്നു നാമാണ് രക്ഷപ്പെടുത്തിയത്, എന്നോടാണ് നൂഹ് നബി തേടിയത്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഖുർആൻ വിശ്വസിക്കണോ അല്ല അതിനെതിരെ പറയുന്ന മങ്കൂസ് വിശ്വസിക്കണോ, അത് പാടണോ? നമ്മൾ പറഞ്ഞു ഖുർആനിൽ നിന്നൊരക്ഷരം പാരായണം ചെയ്താൽ 10 നന്മയുണ്ട്. നിങ്ങൾ ഖുർആൻ ഓതിക്കോളൂ, ആ ഖുർആനിൻ്റെ അർത്ഥതലങ്ങളിലൂടെ കടന്നു പോയിക്കോളൂ. ആ ഖുർആനിൻ്റെ ഒരക്ഷരത്തിന് 10 നന്മയുണ്ടെങ്കിൽ ഖുർആൻ ഏത് സമയത്തും ഓതാം നമുക്ക്. അതുകൊണ്ട് ഖുർആൻ ഓതുന്ന സമയത്ത് മങ്കൂസ് ഓതണ്ട, മറ്റ് മാലകൾ പാടണ്ട, മറ്റ് മൗലിദുകൾ ഓതണ്ട. നമ്മളത് പറഞ്ഞിട്ടുള്ളത് ഖുർആനിനെതിരായിട്ട് ചില പരാമർശങ്ങളൊക്കെ ഉള്ളത് കൊണ്ടാണ്. പക്ഷേ മുൻകാലത്ത് ഞാനൊക്കെ പറഞ്ഞിരുന്നത് പോലെ അത് മദ്ഹല്ലേ, റസൂലുള്ളാഹിന്റെ സലാത്തല്ലേ, ചില ഇടങ്ങളിലൊക്കെ സലാത്തുണ്ട് എങ്കിലും ഇതിനേക്കാൾ ഗുരുതരമായ ചില പരാമർശങ്ങളൊക്കെ ഉണ്ട് മൗലിദിൽ. സൂചിപ്പിക്കണമെന്ന് പറഞ്ഞത് കൊണ്ട് മാത്രം സൂചിപ്പിക്കുകയാണ്. അത്തരം പരാമർശങ്ങളൊക്കെ ഈ വിനീതൻ ഏകദേശം 2 വർഷത്തോളമായി ഇത്തരം വേദികളിൽ പ്രഭാഷണം നടത്താൻ തുടങ്ങിയിട്ട് ഈ അടുത്ത കാലത്തൊന്നും ഇപ്പോൾ പറയാറില്ല. കാരണം അതൊക്കെ ഒരുപക്ഷെ ഇത്തരം ഒരു പൊതുസദസ്സിൽ പറയേണ്ടതല്ലെന്ന് ബോധ്യപ്പെട്ടിട്ടുണ്ട്. എങ്കിൽ കൂടി പറയാതിരിക്കാൻ വയ്യ. ഇപ്പോഴും ഈ പ്രസ്ഥാനത്തെ തെറ്റിദ്ധരിപ്പിക്കാൻ ആളുകൾ മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുമ്പോൾ മദ്ഹിനെയും മാലയെയും മൗലിദിനെയും എതിർക്കുന്നത് റസൂലുള്ളാഹിയോട് സ്നേഹമില്ലാത്തത് കൊണ്ടാണെന്ന് പഠിപ്പിക്കപ്പെടുമ്പോൾ അല്ല, സ്നേഹമുള്ളത് കൊണ്ടാണ് സുന്നത്തിനോട് എന്ന് പഠിപ്പിക്കപ്പെടേണ്ടത് നമ്മുടെ ബാധ്യതയാണ്. പ്രിയപ്പെട്ടവരെ, ഒരു പരാമർശം സിദ്ദീഖ് മൗലിദ് എന്ന് പറയുന്നൊരു മൗലിദുണ്ട്. ആ മൗലിദിൽ പ്രവാചകനെ പറ്റിയുള്ളൊരു പരാമർശം കാണാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തേക്ക് ഒരു പെണ്ണ് വന്നുകൊണ്ട് ഒരു ചോദ്യം ചോദിക്കുകയാണ്. ഇന്നലെ രാത്രി ഞാനൊരു സ്വപ്നം കണ്ടു പ്രവാചകരെ, എൻ്റെ വീട്ടുമുറ്റത്തുള്ള മരം വീണതായിട്ടാണ് ഞാൻ സ്വപ്നം കണ്ടത്, അതിൻ്റെ വ്യാഖ്യാനം ഒന്ന് പറഞ്ഞു തരുമോ എന്നായിരുന്നു ചോദ്യം. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുത്തു, നിൻ്റെ ഭർത്താവ് സ്ഥലത്തില്ലല്ലോ? ഇല്ല. എങ്കിൽ ഭർത്താവ് വരില്ല, മരിച്ചുപോയി. പെണ്ണ് വിഷമത്തോടു കൂടി തിരിച്ചു വരികയാണ്. തിരിച്ചു വരുന്ന സന്ദർഭത്തിൽ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ കാണുന്നു. അദ്ദേഹത്തോട് വെറുതെ ഒന്ന് ചോദിക്കുന്നു. അദ്ദേഹം പറഞ്ഞു, നിന്റെ ഭർത്താവ് ഇന്ന് രാത്രി തിരിച്ചു വരും. ഫലമ്മാ ജന്ന അലൈഹൽ ലൈൽ, രാത്രി ഇരുൾ മൂടിത്തുടങ്ങിയപ്പോൾ ഫഇദാ ബിസൗജിഹാ, അവളുടെ ഭർത്താവ് വീട്ടിൽ വന്നു. പെണ്ണ് ഇലാ ഹദ്റത്തി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, പ്രവാചകൻ്റെ സന്നിധിയിലേക്ക് പെണ്ണ് പോയി ചോദിച്ചു, അല്ല റസൂലേ, എൻ്റെ ഭർത്താവ് മരിച്ചു പോയി എന്നല്ലേ നിങ്ങൾ പറഞ്ഞത്? പക്ഷേ എൻ്റെ ഭർത്താവ് ഇന്നലെ രാത്രി വന്നല്ലോ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫനളറ തവീല, ദീർഘമായിട്ടിങ്ങനെ ചിന്തിച്ചിരിക്കുമ്പോൾ നോക്കിയിരിക്കുമ്പോൾ ഫനസല ജിബ്രീൽ അലൈഹിസ്സലാം വന്നുകൊണ്ട് പറഞ്ഞു, റസൂലേ, നിങ്ങൾ പറഞ്ഞത് ശരിയായിരുന്നു, നിങ്ങൾ പറഞ്ഞത് തന്നെയായിരുന്നു സത്യം. അബൂബക്കർ സിദ്ദീഖ് വരുമെന്ന് പറഞ്ഞല്ലോ. ഇസ്തഹിയല്ലാഹു വയജ്രി അലാ ലിസാനിഹിൽ കദിബ്, സിദ്ദീഖിൻ്റെ നാവിലൂടെ കളവ് വരുത്താൻ അല്ലാഹുവിന് ലജ്ജ തോന്നി. ഫഇന്നഹു സിദ്ദീഖും ഫിദ്ദുന്യാ വൽ ആഖിറ, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ദുനിയാവിലും ആഖിറത്തിലും സത്യസന്ധനാണ്. ഈ ചരിത്രം ഈ സിദ്ദീഖ് മൗലിദിൽ അവിടെ തീർന്നു. ഈ വിനീതൻ പണ്ട് പാണ്ഡ്യാൽ മഞ്ചേശ്വരത്ത് സദർ മുഅല്ലിമായിട്ട് ചെന്നപ്പോൾ അവിടെ നബിദിനം തുടങ്ങിയിരുന്നു. നബിദിനം ബിദ്അത്താണെന്ന് പറയാനുള്ള കാരണമൊക്കെ ഈ ഒരൊറ്റ മാനദണ്ഡം വെച്ച് പരിശോധിച്ചാൽ മതി. നബിദിനം തുടങ്ങിയപ്പോൾ മുജാഹിദുകൾ ചോദിക്കാൻ തുടങ്ങി, അല്ല മൗലവി, എവിടെ നിന്നാണ് നിങ്ങൾക്ക് നബിദിനത്തിന് തെളിവ്? എവിടെ നിന്നാണ് നിങ്ങൾക്ക് ഇത്തരം ആഘോഷങ്ങൾക്കുള്ള തെളിവ്? അത് ഇസ്ലാമാണോ?
ഞാൻ പഠിച്ചത് പണ്ട് മുതലേ പഠിച്ചത് പറഞ്ഞു കൊടുക്കാൻ തുടങ്ങി. പക്ഷേ അക്കൂട്ടത്തിൽ ഈ ഒരു ചോദ്യം ഉണ്ടായിരുന്നു, അല്ല അപ്പം നബിൻ്റെ നാവിലൂടെ കളവ് വരുത്താൻ അള്ളാഹ്ക്ക് ലജ്ജയില്ലേ? സിദ്ദീഖിൻ്റെ നാവിലൂടെ കളവ് വരുത്താൻ ലജ്ജയുള്ളത് കൊണ്ട് എന്ത് ചെയ്തു? സിദ്ദീഖ് പറഞ്ഞത് ശരിയായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നാവിലൂടെ കളവ് വരുത്താൻ അള്ളാഹ്ക്ക് ലജ്ജയില്ലെന്നാണോ നിങ്ങൾ പറയുന്നത്? ഞാൻ ഈ പരാമർശമടങ്ങുന്ന മൗലിദ് കിതാബ് എടുത്തിട്ട് ഒരു മൗലിദ് കിതാബിൻ്റെ ഫോട്ടോസ്റ്റാറ്റും എടുത്തിട്ട് ഒരു വലിയ പണ്ഡിതൻ്റെ അടുത്തേക്ക് പോയി. അദ്ദേഹത്തിൻ്റെ അടുക്കൽ ചെന്ന് ചോദിച്ചു, ഉസ്താദെ ഇങ്ങനെയൊക്കെ മുജാഹിദുകൾ ചോദിക്കുന്നുണ്ട്, നമ്മൾ എന്താ ഇതിന് മറുപടി കൊടുക്കുക? അദ്ദേഹം ആദ്യം കുറേ വാദങ്ങളൊക്കെ പറഞ്ഞു തന്നു. 2 വാദങ്ങൾ തെറ്റിയതല്ലേ പ്രശ്നം? അത് പ്രശ്നമല്ല. പല സന്ദർഭങ്ങളിൽ അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. ഞാൻ പറഞ്ഞു, ഉസ്താദെ പ്രശ്നം അതല്ല, സിദ്ദീഖിൻ്റെ നാവിലൂടെ കളവ് വരുത്താൻ അള്ളാഹുവിന് ലജ്ജയുണ്ട്, അതുകൊണ്ട് സിദ്ദീഖ് പറഞ്ഞതുപോലെ വന്നു. അപ്പോൾ നബിൻ്റെ നാവിലൂടെ കളവ് വരുത്താൻ ലജ്ജയില്ലെന്നല്ലേ അതിൻ്റെ മറുവശം? അദ്ദേഹം ഏറ്റവും ഒടുവിൽ പറഞ്ഞത്, ഇങ്ങനെ പല പരാമർശങ്ങളും പല മൗലിദുകളിലുമുണ്ട്, എവിടെ നിന്നാണ് പണ്ടുള്ള മഹാന്മാരെടുത്ത് കൊടുത്തത് നമുക്കറിയില്ല. ഏതായാലും പണ്ടുള്ള മഹാന്മാർ രചിച്ച ഇത്തരം മാലകളും മൗലുകളൊന്നും തള്ളാനും പറ്റൂല. അതുകൊണ്ട് തന്നെ മുജാഹിദുകൾ പല ചോദ്യവും ചോദിച്ചു വരും. അവരോട് നല്ല ഉത്തരം പണ്ട് ഹസ്സൻ മുസ്ലിയാരൊക്കെ പഠിച്ചതുപോലെ തന്ത്രപൂർവമായിട്ടുള്ള ഉത്തരങ്ങൾ കണ്ടെത്തിക്കോ എന്ന് മാത്രമേ ഉള്ളൂ. ഇത് ചെല്ലണ്ടാന്ന് ജനങ്ങളോട് പറയാനല്ല, ഇത് പാടണ്ടാന്ന് ജനങ്ങളോട് പറയാനല്ല, ഇത് തെറ്റാന്ന് ജനങ്ങളെ പഠിപ്പിക്കാനല്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, തന്ത്രങ്ങളൊന്നും പടച്ചവൻ അടുക്കലേക്ക് വില പോവുകയില്ല. ഓരോ മനുഷ്യനും ദൈവത്തിൻ്റെ മുമ്പിൽ, പടച്ചവൻ്റെ മുമ്പിൽ നാളെ പരലോകത്ത് മരണാനന്തര ജീവിതത്തിൽ ഹാജരാക്കപ്പെടും. ഈ ഭൂമിലോകത്തുള്ള എല്ലാ പ്രപഞ്ചത്തെയും സൃഷ്ടിച്ച പടച്ചതമ്പുരാൻ്റെ മുമ്പിൽ ഹാജരാക്കപ്പെടുമ്പോൾ അവന് ബുദ്ധി കൊടുത്തിട്ടുണ്ട്, അവന് ചിന്ത കൊടുത്തിട്ടുണ്ട്, അവന് ചിന്തിക്കുവാനുള്ള കഴിവ് കൊടുത്തിട്ടുണ്ട്. ആ ദൈവത്തെ കണ്ടെത്താൻ ആഗ്രഹിക്കുന്നവർ, പടച്ചവൻ്റെ വഴിയിൽ ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ പ്രവാചകൻ്റെ വഴിയാണ് നോക്കേണ്ടത് എങ്കിൽ ആ പ്രവാചകൻ പഠിപ്പിച്ച ആദർശത്തിന് വിപരീതമായിട്ടുള്ള മാലകളും മൗലിദുകളും പരിശോധിക്കുമ്പോൾ ഇത്തരം പരാമർശങ്ങളുണ്ട് എങ്കിൽ അതങ്ങ് തള്ളാൻ പിന്നെ രണ്ടാമതൊന്നും ആലോചിക്കേണ്ടതില്ല. തെറ്റായ പരാമർശങ്ങളും പ്രവാചകൻ്റെ മാതൃകകളുമില്ലാത്ത ഇത്തരം അനാചാരങ്ങൾ തന്നെയാണ് സമൂഹത്തിൽ നിന്ന് മാറ്റി നിർത്തപ്പെടേണ്ടത്. കാരണം സുന്നത്തെന്ന് പറയുന്നത് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച ജീവിതത്തിൻ്റെ നിഖില മേഖലകളിലുമുള്ള ചര്യയാണ് എങ്കിൽ ആ ചര്യ സമ്പൂർണ്ണമാണ്. സ്വർഗത്തിലെത്താൻ ആഗ്രഹിക്കുന്ന മുഴുവൻ ആളുകൾക്കും അതുണ്ട്, അതിൽ പാഠമുണ്ട്. നമ്മുടെ വക നല്ലതല്ലേ എന്ന് ചോദിക്കേണ്ടതില്ല. ഞാനീ പറഞ്ഞതുപോലെ ഒരുപക്ഷെ ഇപ്പം ബാങ്ക് കൊടുത്തല്ലോ സഹോദരന്മാരെ, ബാങ്ക് കൊടുത്തതിന് ശേഷം നമ്മളൊക്കെ ഒറ്റക്കൊറ്റക്കാണ് ദുആ ചെയ്തത്. ഞാനിങ്ങനെ പറയാണ്, ഒറ്റക്കൊറ്റക്ക് ദുആ ചെയ്യല്ല, കൂട്ടുപ്രാർത്ഥന നല്ലതാണ്. അതുകൊണ്ട് ബാങ്ക് കൊടുക്കുന്ന മൗലവി മൈക്ക് ഓഫാക്കരുത്, ഓഫാക്കാതെ തന്നെ കൂട്ടുപ്രാർത്ഥന നടത്തട്ടെ, ബാക്കിയുള്ളവർ ആമീൻ പറയട്ടെ എന്ന് പറഞ്ഞാൽ അത് നല്ലതാകുമോ? വുദൂ ചെയ്യുന്ന സന്ദർഭത്തിൽ ഞാൻ പറഞ്ഞു, ശേഷം ഒരു ദുആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങളാരും ദുആ ചെയ്യല്ലേ, ഞാൻ ദുആ ചെയ്യാം, നിങ്ങൾ ആമീൻ പറഞ്ഞോ എന്ന് 10 ആളുകൾ കൂട്ടമായിട്ട് ആ പ്രാർത്ഥന പ്രാർത്ഥിച്ചാൽ അതിൻ്റെ വിധി എന്താണെന്ന് നിങ്ങൾ അന്വേഷിക്കുക. ജമാഅത്ത് നമസ്കാരത്തിന് വേണ്ടി പള്ളിയിലെത്തിയപ്പോഴേക്ക് അതിൻ്റെ മുമ്പുള്ള ആ തഹിയ്യത്ത് നിസ്കാരം ഉണ്ടല്ലോ, ഞാൻ പറഞ്ഞു നിസ്കരിക്കല്ലേ ആരും, നമുക്ക് അതും കൂടി ഒരു ജമാഅത്താക്കാം. കാരണം ജമാഅത്ത് നമസ്കാരത്തിന് 27 ഇരട്ടി കൂലിയുണ്ട്, അതുകൊണ്ട് നമുക്കതും ജമാഅത്താക്കാമെന്ന് പറഞ്ഞ് നല്ലതല്ലേ എന്ന് ഞാൻ ചിന്തിച്ചാൽ ഇസ്ലാമിൽ നല്ലതാണോ? അല്ലെന്ന് പറയാൻ ഈ ഓരോ കാരണങ്ങളും കാര്യങ്ങളും മുന്നോട്ട് വെച്ചുകൊണ്ട് നമ്മൾ പണ്ഡിതന്മാർ ഏതൊക്കെ മാനദണ്ഡങ്ങളാണോ മുന്നോട്ട് വെച്ചത് അതേ മാനദണ്ഡം ഉപയോഗിച്ച് തന്നെ നമസ്കാരത്തിന് ശേഷം കൂട്ടുപ്രാർത്ഥന വേണ്ട, അതേ പ്രകാരം തന്നെ നബിദിനം എന്ന് പറയുന്ന പുത്തൻ ആചാരം വേണ്ട, അതേ പ്രകാരം തന്നെ ഇത്തരം മാലകളും മൗലിദുകളും നമ്മൾ ചൊല്ലണ്ട, അതേ പ്രകാരം തന്നെ മരിച്ച വീട്ടിലുള്ള സദ്യയും വേണ്ട. എന്തേ സദ്യ നമ്മൾ എതിർക്കാൻ കാരണം? പാവപ്പെട്ടവനൊരു ഭക്ഷണം കൊടുക്കല്ലേ, നല്ലതല്ലേ എന്നാണ് ചോദ്യമെങ്കിൽ എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന സഹോദരന്മാരോട് ആമുഖമായി എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ സൂചിപ്പിക്കട്ടെ, അഥവാ ഈ വിനീതം പറയുന്ന വിഷയങ്ങളൊക്കെ മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ പ്രത്യേക അഭിപ്രായമല്ല എന്ന് സൂചിപ്പിക്കാൻ വേണ്ടി മാത്രം നമ്മളൊക്കെ നമ്മുടെ ഉസ്താദുമാർ പഠിക്കുന്ന ആ കിതാബുകളെങ്കിലൊന്ന് മറിച്ചു നോക്കിയാൽ ഇന്നുള്ള പല കാര്യങ്ങളും അതിൽ എതിർക്കുന്നത് കാണാം. ഉംദ എന്ന് പറയുന്ന നമ്മുടെ മുതഅല്ലിമീങ്ങൾ പഠിക്കുന്ന കിതാബിൽ അതിൻ്റെ പരിഭാഷകളും നമുക്ക് ലഭിക്കും. ആ പരിഭാഷയിൽ കാണാം, മയ്യത്തിൻ്റെ വീട്ടുകാർ ഭക്ഷണം പാകം ചെയ്ത് ജനങ്ങളെ വിളിച്ചു വരുത്തി കൊടുക്കൽ നല്ലതല്ലാത്ത ബിദ്അത്താണ്. മരിച്ച വീടൊരാഘോഷാക്കുക, മരിച്ച വീട്ടിൽ സദ്യ വെച്ച് കൊടുക്കുക,
ഈ രൂപത്തിൽ ഇസ്ലാമാന്ന് പറഞ്ഞുകൊണ്ട് ജനങ്ങൾ ചെയ്യാൻ തുടങ്ങിയപ്പോൾ നമ്മൾ ഷാഫിഈ മദ്ഹബിൻ്റെ ഗ്രന്ഥങ്ങളിൽ നിന്ന് തന്നെ ഉദ്ധരിക്കാറുണ്ടായ കാരണം ഇആനത്ത് പോലെയുള്ള ഗ്രന്ഥങ്ങളിൽ കാണാം ദീർഘമായ 1-2 പേജുകളോളം അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരു സുന്നത്ത് പഠിപ്പിക്കുകയാണ്. റസൂലുള്ള മരിച്ച വീട്ടിൽ എന്ത് ചെയ്യണമെന്നാണ് നമ്മളെ പഠിപ്പിച്ചത്. ആ മരിച്ച വീടുകളിൽ എന്ത് ചെയ്യണമെന്ന് പഠിപ്പിച്ച കൃത്യമായ രേഖകളുണ്ട്. മരിച്ച വീട്ടുകാർ സങ്കടത്തിലായിരിക്കും, അയൽക്കാരൊക്കെ അവർക്ക് ഭക്ഷണം കൊണ്ട് കൊടുക്കണം, അവരോട് തിന്നാൻ പ്രേരിപ്പിക്കണം. ഈ രൂപത്തിലുള്ളതൊക്കെ പ്രവാചകൻ പഠിപ്പിച്ചിട്ടുണ്ട്. എങ്കിൽ ഇന്ന് നേരെ തിരിച്ചാണ് സംഗതികൾ. എന്താ, മരിച്ച വീട്ടുകാരാണ് അങ്ങോട്ടുണ്ടാക്കി കൊടുക്കേണ്ടത്. ഈ രൂപത്തിൽ ഇസ്ലാമിനെ മാറ്റിമറിച്ചതിൻ്റെ പേരിൽ നമ്മൾ പറഞ്ഞു ഇസ്ലാമിൽ ഇങ്ങനൊരു ആചാരമില്ല, ഇസ്ലാമിൽ ഇങ്ങനൊരു ആഘോഷവും ഇല്ല. സദക്കയെ എതിർത്തതല്ല, ഇസ്ലാമാണെന്ന് പറഞ്ഞിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തൊക്കെ പഠിപ്പിച്ചോ അതാണ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടത്. റബീഉൽ അവ്വൽ 12 അത് ജന്മദിനാഘോഷമല്ലേ? എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ജന്മദിനാഘോഷം എന്ന് പറയുന്നത് അള്ളാഹിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെ പഠിപ്പിച്ചോ ആ രൂപത്തിലായിരിക്കണം നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മുടെ കുടുംബത്തിലൊരു കുഞ്ഞ് ജനിച്ചാൽ നമുക്ക് സന്തോഷമില്ലേ ഉണ്ട്. അപ്പോൾ ലോകത്തിൻ്റെ നേതാവ്, എല്ലാവർക്കും മാർഗദർശകരായി വന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ചതിൽ സന്തോഷിക്കേണ്ടേ വേണം. മുജാഹിദുകൾക്ക് തർക്കമില്ല, പക്ഷേ എങ്ങനെ എന്നുള്ള കാര്യത്തിൽ തർക്കമുണ്ട്. അത് റസൂലുള്ള പഠിപ്പിച്ചിട്ടുണ്ട് എങ്ങനെയെന്ന്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, തിങ്കളാഴ്ച ദിവസം നിങ്ങൾ നോമ്പെടുക്കണേ, കാരണം അന്ന് ഞാൻ ജനിച്ചൊരു ദിവസമാണ്. മറ്റു പല കാരണങ്ങളും പറഞ്ഞു, അതിലൊന്ന് അന്ന് ഞാൻ ജനിച്ച ദിവസമാണ്. ബർത്ത്ഡേ ആഘോഷിക്കേണ്ടത് എങ്ങനെയെന്നാണെന്ന് പ്രവാചകൻ പഠിപ്പിച്ചത്. നോമ്പെടുത്തുകൊണ്ട്, അള്ളാഹുവിന് വഴിപ്പെട്ടുകൊണ്ട്. എല്ലാ വർഷവും ഏകദേശം ഒരു 52ഓളം ബർത്ത്ഡേകൾ ഈ രൂപത്തിലുള്ളൊരു ആഘോഷമുണ്ട്. എങ്കിൽ നമ്മുടെ നാട്ടിലോ ആഘോഷം നേരെ വഴിമാറിപ്പോയി. കൊല്ലത്തിലൊരിക്കലേ ഉള്ളൂ, അത് തന്നെ റോഡ് ബ്ലോക്കാക്കിയിട്ടുള്ള റാലികൾ, അത് തന്നെ ആഘോഷപൂർണ്ണമായിട്ടുള്ള ബിരിയാണികളും മറ്റും വെച്ച് വിളമ്പലുകളും അതേപോലെയുള്ള ആഘോഷങ്ങൾ. ആ രൂപത്തിൽ ഒരു ബർത്ത്ഡേ ഒരു ആഘോഷപൂർണ്ണമായിട്ട് മാറിയപ്പോൾ നമ്മൾ സൂചിപ്പിച്ചു ഇത് ഇസ്ലാമല്ല. കാരണം ഇതിന് പ്രവാചകൻ്റെ മാതൃകയില്ല, ഇതിന് സഹാബത്തിൻ്റെ മാതൃകയില്ല എന്ന് നമ്മൾ തന്നെ കഴിക്കണമെന്ന് പറയുന്ന നമ്മുടെ സഹോദരന്മാർ തന്നെ സൂചിപ്പിച്ചതാണ്. മൗലിദ് കഴിക്കണമെന്ന് പറയുന്ന, തഴവ എന്ന് പറയുന്ന മുസ്ലിയാർ തൻ്റെ ഗ്രന്ഥത്തിൽ പറഞ്ഞതല്ലേ, മൗലിദ് കഴിക്കൽ മുമ്പ് പതിവില്ലാത്തതാ, അത് ഹിജ്റ 300 ശേഷം വന്നതാ. ഹിജ്റ 300 വരെ ഈ ഏർപ്പാടുണ്ടായിരുന്നില്ലത്രേ. ശേഷമാണ് കഴിക്കണമെന്ന് പറയുന്ന ഇദ്ദേഹം വിശദീകരിക്കുന്നത്. ശേഷമാണ് ഇത് തുടങ്ങിയത്. ആ 300 കാലഘട്ടം വരെ ജീവിച്ച ആളുകൾ ഏത് രൂപത്തിലാണോ സ്വർഗത്തിലേക്ക് പോയത് ആ മാർഗം തന്നെയാണ് നമ്മളും സ്വീകരിക്കേണ്ടത്. അവർ നബിദിനം കഴിച്ചിട്ടില്ലെങ്കിൽ നമുക്കും നബിദിനം വേണ്ട, അവർ മൗലിദ് കഴിച്ചിട്ടില്ലെങ്കിൽ നമുക്കും മൗലിദ് വേണ്ട. പക്ഷേ എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഇത് സൂചിപ്പിക്കുമ്പോൾ തന്നെ ഞാൻ സൂചിപ്പിക്കട്ടെ, ഇന്ന് ഒരുപക്ഷെ മൗലിദിൻ്റെയൊക്കെ രൂപം മാറ്റിയിട്ടാണ് ആളുകൾ ഈ രൂപത്തിൽ അവതരിപ്പിക്കുന്നത്. പണ്ടൊക്കെ വീട് വീടാന്തരം കയറി ഇറങ്ങട്ടാണെങ്കിൽ ഇപ്പം അവർ തന്നെ പറയട്ടെ, അവരുടെ ഒരു ഗ്രന്ഥത്തിൽ ഉദ്ധരിക്കുന്നത് കാണാം, ഖബർ പൂജയെന്നും കൊടിയ ശിർക്കെന്നും കൊട്ടിപ്പാടി പറഞ്ഞ് കരഞ്ഞു നടന്ന ഖബർ സിയാറത്തും ആണ്ട് നേർച്ചകളും മുറൂസകളും 1920 മുമ്പും ഇപ്പോഴും എങ്ങനെ ഇരിക്കുന്നുവെന്ന് നോക്കുക. അന്ന് ഏതൊക്കെ നിലനിന്നിരുന്നോ അതൊന്നുപോലും നിലച്ചു പോയിട്ടില്ല. പുറമെ അല്ലാഹുവിൻ്റെ ഔലിയാക്കളും ആരിഫീങ്ങളും എവിടെയെല്ലാം പിന്നീട് ദിവംഗതരായിട്ടുണ്ടോ അവിടെയെല്ലാം സിയാറത്തും ആണ്ട് നേർച്ചകളും മുറൂസുകളും ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. മൗലിദുകളും റാത്തീബുകളും ദിക്ർ ഹൽക്കകളും സ്വലാത്ത് മജ്ലിസുകളും ഇന്ന് പഴയതുപോലെ അടച്ചിട്ട മുറികളിലെ ഒറ്റപ്പെട്ട സ്വകാര്യ ചടങ്ങുകളല്ല, തുറന്ന പൊതുസ്ഥലത്ത് വൻ ജനക്കൂട്ടത്തെ ആകർഷിക്കുന്ന ആത്മീയ സദസ്സുകളാണ്. ഈ രൂപത്തിൽ പ്രിയപ്പെട്ടവരെ ഇതിനെ പ്രത്യേകമായൊരു രൂപം നൽകുകയാണ്. നിങ്ങൾ കണ്ടില്ലേ, റമദാൻ 27 അന്ന് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയുണ്ട്. ലോകത്തുള്ള മുഴുവൻ മുസ്ലിമീങ്ങളും അവർ റമദാനായി കഴിഞ്ഞാൽ എല്ലാ മേഖലകളിലും ആ റസൂലുള്ള എന്ത് ചെയ്തുവെന്ന് അന്വേഷിക്കുമ്പോൾ മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാന നബിയ്യു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഅ്തഖിഫുൽ അശ്റൽ അവാഖിറ മിൻ റമദാൻ, അവസാനത്തെ 10 നിന്ന് പള്ളിയിൽ നിന്ന് പുറത്തിറങ്ങുമായിരുന്നില്ലെന്ന് വ്യക്തമായ രേഖകളുണ്ട്, സ്വഹീഹായ ഹദീസുണ്ട്. നമ്മുടെ നാട്ടിലുള്ള ആളുകളോ എല്ലാവരും കൂടി മുട്ടിപ്പടിയിലേക്ക് സലാത്ത് നഗറിലേക്ക് പോവുകയാണ്. അവിടെ പോയിട്ട് സലാത്ത് ചെല്ലുകയല്ലേ, അവിടെ പോയിട്ട് തഹ്ലീൽ ചെല്ലുകയല്ലേ, അവിടെ പോയിട്ട് തൗബ ചെല്ലുകയല്ലേ എന്നാണ്.
ഇസ്ലാമിലുള്ള തൗബയുടെ രൂപം പോലും മാറ്റിമറിച്ചു. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇസ്ലാമിൽ തൗബയുണ്ടല്ലോ, ആ തൗബ ഓരോ മനുഷ്യ മനസ്സിൻ്റെയും പശ്ചാത്താപമാണ്, അല്ലാഹുവിങ്കിലേക്കുള്ള തിരിച്ചുപോക്കാണ്. അത് റമദാൻ 27 അന്നേക്ക് മാറ്റിവെക്കേണ്ടതല്ല. ഏതെങ്കിലും ഉസ്താദുമാർ ചൊല്ലിത്തരുന്നത് ഏറ്റുപറയലല്ല. അവൻ്റെ മനസ്സിൻ്റെ അടിത്തട്ടിൽ ചെയ്തുപോയ മുഴുവൻ പാപങ്ങളിൽ നിന്നും മോചനം നേടിക്കൊണ്ട് പടച്ചവങ്കിലേക്കുള്ള തിരിച്ചുപോക്കാണ് തൗബ.